Here I take two beakers. Okay. Suppose this is beaker A and this is beaker B. ഇതിനകത്ത് നമ്മൾ സൊല്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാനൊരു ലിക്വിഡ് എടുക്കുന്നു. സപ്പോസ് ദാറ്റ് ഇസ് സോൾവെൻറ്റ് വാട്ടർ H2O വാട്ടർ. അടുത്ത ബീക്കർ അവിടെ നിൽക്കട്ടെ. ആൻഡ് ഇതിനകത്തേക്ക് ഇഫ് വി ആർ ആഡിങ് എ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, വാട്ടറാണ്. ഇതിനകത്തേക്ക് വി ആർ ആഡിങ് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വി ആർ ആഡിങ് സൊല്യൂട്ട്. സപ്പോസ് ദാറ്റ് ഈസ് NaCl, sodium chloride, that will form a solution, uniform composition throughout the mixture, homogeneous mixture ആയിരിക്കും. സർഫസിലും ഉണ്ടാവും, എല്ലായിടത്തും ഒരേ കോമ്പോസിഷൻ. ഓക്കെ, throughout the liquid that is uniformly distributed, it forms a homogeneous mixture. It's called a solution. So this is a solution. What is this? This is a solvent. ഒരു സോൾവെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സോൾവെൻ്റ് എടുത്തിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സപ്പോസ് ദിസ് ഈസ് ക്ലോസ്ഡ്, ഇവിടെ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഏരിയയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒബ്വിയസ്ലി വേപ്പേഴ്സ് ഉണ്ടാവും. ഷുവറാണ്, വേപ്പേഴ്സ് ഉണ്ടാവും. ആ വേപ്പേഴ്സ് ഉണ്ടാകുമ്പോൾ ദേ ആർ ഓൾവേസ് ഇൻ കോൺസ്റ്റൻറ്റ് ആൻഡ് റാൻഡം മോഷൻ. ഡ്യൂറിങ് ദിസ് റാൻഡം മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ദറ്റ് ഈസ് വേപ്പർ പ്രഷർ. അവിടെ ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. നമ്മളിതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട് P10 ബിക്കോസ് ദിസ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ഓർമ്മയുണ്ടോ? P10. ഓക്കെ, റൗൾസ് ലോ ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇവാപ്പറേറ്റ് ചെയ്യും. ആൻഡ് ആസ് യു നോ ദ ഇവാപ്പറേഷൻ റേറ്റ് വിൽ ബി ലിറ്റിൽ ലെസ്. കാരണം എന്താ? വി ആർ ആഡഡ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ടു എ വോളറ്റൈൽ സോൾവെൻറ്റ്. അപ്പോൾ വോളറ്റിലിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം എന്താ? സർഫസ് ഓക്യുപ്പൈ ചെയ്യുന്ന സർഫസ് ഫിനോമിനാണ് ഇവാപ്പറേഷൻ. സർഫസിൽ 100% ഇപ്പോൾ സോൾവെൻ്റ് അല്ല, സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൊല്യൂട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ യൂണിഫോംലി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവാപ്പറേഷൻ റേറ്റ് കുറഞ്ഞു, നമ്പർ ഓഫ് വേപ്പേഴ്സ് കുറഞ്ഞു, അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻസ് കുറഞ്ഞു. നമ്പർ ഓഫ് കൊളീഷൻസ് കുറഞ്ഞതുകൊണ്ട് എന്തുണ്ടായി? വേപ്പർ പ്രഷർ കുറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് P1. P1 ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി വോളറ്റൈൽ കമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ. ഇവിടെ രണ്ടും വാട്ടർ തന്നെയാണ് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇവാപ്പറേറ്റ് ചെയ്തത് വാട്ടർ വേപ്പേഴ്സാണ്, ഇത് വാട്ടർ വേപ്പേഴ്സാണ്, നോ ഡൗട്ട്. ബട്ട് ദ നമ്പർ ഓഫ് വേപ്പേഴ്സ് കുറവാണ്. കാരണം എന്താ? ഇവാപ്പറേഷൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ വോളറ്റൈൽ സോൾവെൻറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിക്രീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന NaCl ആണ്. ഞാൻ ഇതിനെ മാറ്റുകയാണ്. ഇവിടെ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് ഇതിനെ സൊല്യൂഷൻ ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സൊല്യൂഷൻ A, ഇത് സൊല്യൂഷൻ B എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആദ്യം അത് സോൾവെൻറ്റ് മാത്രമായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ മാറ്റുകയാണ്. ഇതിനെ മാറ്റുമ്പോൾ ഇവിടെ അത് P10 ആയിരുന്നു, മനസ്സിലാക്കുക. ഓക്കെ, ബീക്കർ. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് സൊല്യൂട്ട് ഈസ് ഷുഗർ ആഡ് ചെയ്തു. അവിടെ ആഡ് ചെയ്തൊരു 1 മോൾ NaCl ആണെങ്കിൽ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നു 1 മോൾ ഷുഗർ ഈസ് കെയിൻ ഷുഗർ, സുക്രോസ്. അപ്പോൾ അവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഇതിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് മേക്സ് എ യൂണിഫോം മിക്സ്ചർ. അപ്പോൾ ഇവിടെയും ഇവാപ്പറേഷൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇവാപ്പറേഷൻ റേറ്റ് കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വേപ്പറൈസ് ചെയ്യും. നമ്മൾ ഇവാപ്പറേഷൻ റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് P10 അല്ല കേട്ടോ, P10 അല്ല. കാരണം എന്താ? ഇത് പ്യുവർ സോൾവെൻ്റ് അല്ല. എന്നിട്ട് ഇവിടെ വേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ P1. ദിസ് ഈസ് P1 ഓഫ് A, ദിസ് ഈസ് P1 ഓഫ് B. ഇപ്പോൾ ഇവിടെ രണ്ട് സൊല്യൂഷനാണ്. നേരത്തെ ഞാനൊരു സോൾവെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സോൾവെൻറ്റ് പ്യുവർ ആയപ്പോൾ എത്രയായിരുന്നു? ദറ്റ് ഈസ് P10, ദറ്റ് ഈസ് ഓൺലി വാട്ടർ. ഇപ്പോൾ വാട്ടർ പ്ലസ് ഇവിടെ ഓൺലി വാട്ടറാണ്. ഓക്കെ, ഇവിടെ ദിസ് ഈസ് ഓൺലി ഫോർ വാട്ടർ. ഓക്കെ, ഇത് ഇപ്പോൾ എന്താണ്? വാട്ടർ പ്ലസ് സൊല്യൂട്ടാണ്. അപ്പോൾ രണ്ട് സൊല്യൂഷൻ. അപ്പോൾ ഈ രണ്ട് കേസിലും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 1 മോൾ ഓഫ് ഷുഗറാണ്. 1 മോൾ ഓഫ് സൊല്യൂട്ടാണ്. ഇവിടെ 1 മോൾ ഷുഗർ, മറ്റേ 1 മോൾ സാൾട്ട്. അപ്പോൾ ഇവിടെ ഒരു P1 ഓഫ് A കിട്ടിയിട്ടുണ്ട്, ലിസൺ ഹിയർ, ആൻഡ് P1 ഓഫ് B കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ P1 ഓഫ് A എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു P10 ഓഫ് A ഉണ്ടായിരുന്നു. P10 ഇതിൻ്റെ രണ്ടിൻ്റെയും P10 സെയിം ആയിരിക്കും. കാരണം എന്താ? സെയിം P10 ഉണ്ടാവും രണ്ടിനും. കാരണം എന്താ?
രണ്ടിലും വാട്ടറാണ് എടുത്തത്. അപ്പോൾ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ റൗൾസ് ലോയിലൊക്കെ പഠിച്ചിട്ടില്ലേ, P1 is equal to P10 into Chi1. P1 is proportional to Chi1 ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ആഡ് ചെയ്തത് ഈ കോൺസ്റ്റൻറ്റിനെയാണ്. കാരണം ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതെന്തായിരിക്കും, ദിസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു P10 ഉണ്ട്, രണ്ടിനും P10 ഉണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത ഷുഗർ, അതിലേക്ക് ആഡ് ചെയ്ത സാൾട്ട്, രണ്ടും 1 മോളാണ്. ആഡ് ചെയ്ത ആളെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഉണ്ടാവുന്ന P1 of Aയും P1 of Bയും സോൾവെൻറ്റ് സെയിം എമൗണ്ട് ആണ്, സോൾവെൻറ്റ് വാട്ടറാണ്, സെയിം മീൻസ് സെയിം സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ P1 of A is equal to P1 of B. P1 of A will be is equal to P1 of B. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം സെയിം ആണ്, അവിടെ ഉണ്ടായിരിക്കുന്ന ഇവാപ്പറേഷൻ റേറ്റ് സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ P1 of A എടുത്താലും P1 of B എടുത്താലും ഞാൻ പറഞ്ഞു P10 is a constant എന്ന് പറഞ്ഞു. അപ്പോൾ ഈ P10 കുറവായിരിക്കും രണ്ട് P1. കാരണം എന്താ, നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു, നോൺ വോളറ്റിലിറ്റി അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇവാപ്പറേഷൻ റേറ്റ് കുറഞ്ഞു, ഉണ്ടാവുന്ന വേപ്പറിൻ്റെ നമ്പർ കുറയും. വേപ്പറിൻ്റെ നമ്പർ കുറയുമ്പോൾ വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ അവിടെ ഒരു ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട്. ദർ ഈസ് എ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഇവിടെയും ലോവർ ചെയ്തിട്ടുണ്ട്, അവിടെയും ലോവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോവർ ചെയ്തിട്ട് ഇതിന് ശേഷം നമുക്ക് കിട്ടിയതാണ് P1 of A. ഓക്കെ, ഇവിടെ ലോവർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയതാണ് P1 of B. അപ്പോൾ രണ്ടിൻ്റെയും P10 സെയിം ആവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഉണ്ടായിരിക്കുന്ന ഡിക്രീസും സെയിം ആയിരിക്കൂലേ. കാരണം എന്തിൽ നിന്നാണ് കുറയുന്നത്, രണ്ടും P10 നിന്ന് അല്ലേ. അപ്പോൾ P1 of A is equal to P1 of B എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറയുന്നത് എന്തിൽ നിന്നാണോ, എക്സിൽ നിന്നാണ് കുറയുന്നത്. ഓക്കെ, കുറയുന്നത് വൈയും ആണ്. അപ്പോൾ ഈ വൈ രണ്ടിൻ്റെയും സെയിം ആണ്, ഈ എക്സ് രണ്ടിൻ്റെയും സെയിം ആണ്. അപ്പോൾ ഈ ഡിക്രീസ്, ഇവിടെ ഉണ്ടാകുന്ന ഒരു ഡെൽറ്റ ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്തിലാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്, വേപ്പർ പ്രഷറിൽ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ദാറ്റ് ഈസ് സെയിം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ, ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കാരണം ഇവിടെ ഞാൻ ഷുഗർ എടുത്തു, സാൾട്ട് എടുത്തു. ഓക്കെ, ഷുഗർ എടുത്തു, സാൾട്ട് എടുത്തു, രണ്ടിൻ്റെയും നേച്ചർ ഡിഫറെൻ്റ് ആണ്. ഷുഗറും സാൾട്ടും ഒന്നല്ല. ദിസ് ഈസ് C6H12O11 and that is NaCl. That's an ionic compound. ഇതൊരു covalent molecule ആണ്. അപ്പോൾ രണ്ടിൻ്റെയും നേച്ചർ സെയിം അല്ല. പക്ഷേ ഞാനിവിടെ സെയിം എമൗണ്ട് 1 mole ഓഫ് ഷുഗറും 1 mole ഓഫ് സാൾട്ടും ആണ് എടുത്തത്. സോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് എ പ്രോപ്പർട്ടി that depends only on the number of solute particles and does not depends on its nature. Does not depends whether it is a sugar or salt. അപ്പോൾ അങ്ങനെ ഞാൻ ഒരേ നമ്പർ ഓഫ് മോൾസ് എടുത്തപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇറ്റ്സ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡെഫിനിഷൻ ഹൗ വി ഡിഫൈൻ എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടീസ് which depends only on the number of solute particles and does not depends on its nature. It is independent of its nature. It is independent whether it is a sugar or salt, whether it is A or B, whether it is X or Y. അതിവിടെ ഒരു വിഷയമേ അല്ല, ഒരു സബ്ജക്റ്റേ അല്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. മോള് സെയിം ആണോ, പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്, ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്, ഇതുവരെ ഡിസ്കസ് ചെയ്തത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. നിങ്ങൾ ഷുഗർ ആഡ് ചെയ്തപ്പോഴും സാൾട്ട് ആഡ് ചെയ്തപ്പോഴും അവിടെ സോൾവെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു വേപ്പർ പ്രഷർ കുറഞ്ഞിട്ടില്ലേ? ആ രണ്ട് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ സെയിം ആണ്. ഷുഗറിൻ്റെ കേസിലും സാൾട്ടിൻ്റെ കേസിലും സെയിം ആണ്. ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്? നമ്മൾ P10 ആയിട്ടാണ് റിലേറ്റ് ചെയ്തത്. ഓക്കെ, അത് നമുക്ക് ഗ്രാഫിക്കലി നോക്കാം. ഇവിടെ ഞാൻ ഐ ആം ടേക്കിംഗ് വേപ്പർ പ്രഷർ അലോങ് Y ആക്സിസ് ആൻഡ് ടെമ്പറേച്ചർ അലോങ് X ആക്സിസ്. വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ കർവ് ആണ്. അപ്പോൾ അറിയാം, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാവും. കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹൗ വിൽ ബി ദ ഗ്രാഫ്? അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് സോൾവെൻറ്റ് മാത്രമാണെങ്കിൽ സോൾവെൻറ്റിൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഓൾറെഡി ഒരു റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഫോർ സോൾവെൻറ്റ്. ദാറ്റ് ഈസ് ഫോർ സോൾവെൻറ്റ്. ഇത് സോൾവെൻറ്റിനാണ് സോൾവെൻറ്റ്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? സൊല്യൂട്ട് ആഡ് ചെയ്തു. സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ അവിടെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്തു.
വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് ഫോർ സൊല്യൂഷൻ. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സൊല്യൂഷൻ ഓക്കെ. അപ്പോൾ എന്താണ്, ഞാനിവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആദ്യം സോൾവെൻ്റ് എടുക്കുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തിട്ട് വേപ്പർ പ്രഷർ കൂടിയിട്ടുണ്ട്. സൊല്യൂഷൻ്റെ കേസിലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കൂടിയിട്ടുണ്ട്. പക്ഷേ സോൾവെൻറ്റിനേക്കാളും സൊല്യൂഷനകത്ത് എന്താണ്, വേപ്പർ പ്രഷർ കുറവാണ്. ബിക്കോസ് വി ആഡഡ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ടു എ വോളറ്റൈൽ സോൾവെൻറ്റ്. അപ്പോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വോളറ്റൈൽ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ റിലവൻ്റ് ആവുന്നത്. ഓക്കെ, സോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വി കൺസിഡർ ഫോർ which type of solution? When a non-volatile solute is added to a volatile solvent, most probably when a solid is added to a liquid. ഓക്കെ, ആ കേസിലാണ് വരുന്നത്. അപ്പോൾ സൊല്യൂഷൻ്റെ കേസിലും വേപ്പർ പ്രഷർ കൂടുന്നുണ്ട്, പക്ഷേ ദാറ്റ് ഈസ് ലെസ് ദാൻ സോൾവെൻറ്റ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുക. ആ പെർട്ടിക്കുലർ ഇതിൻ്റെ വേപ്പർ പ്രഷർ എന്ത് കൊടുക്കാം? ദിസ് ഇസ് P10 ബിക്കോസ് ദാറ്റ് ഈസ് ഫോർ പ്യുവർ സോൾവെൻറ്റ്. ആൻഡ് ദിസ് ഇസ് P1 ദാറ്റ് ഈസ് ഫോർ സൊല്യൂഷൻ. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനി ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുക. ഈ ഒരു ടെമ്പറേച്ചറിൽ നമുക്കൊരു P10 ഉണ്ട്. അതേ ടെമ്പറേച്ചറിൽ തന്നെ എന്തുണ്ട്, ഒരു P1 ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ ടെമ്പറേച്ചറിൽ കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ P1. ഡെൽറ്റ P1 ഇസ് ഇക്വൽ ടു P10 വലുത് മൈനസ് P1. ഡെൽറ്റ P1 ഇസ് ഇക്വൽ ടു P10 മൈനസ് P1. ദാറ്റ് ഡെൽറ്റ P1 ഈസ് കോൾഡ് ഡെൽറ്റ P1 ഈസ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. Lowering of vapor pressure. Delta P1 is called lowering of vapor pressure. മനസ്സിലായില്ലേ? ഇവിടെ ഇത്രയും ഡിക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ഇത് ഇങ്ങനെ വരക്കാൻ പാടില്ല കേട്ടോ, അങ്ങനെ വരക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലാണത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡെൽറ്റ P1 is called lowering of vapor pressure. Delta P1 is equal to P10 minus P1. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ, ഡെൽറ്റ P1 is equal to P10 minus P1 എന്ന് കിട്ടി. And that is equal to P10 minus P10 into chi1. കാരണം എന്താ, since according to Raoult's law, P1 is equal to P10 into chi1 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. That is equal to നമുക്കിവിടെ P10 into 1 minus chi1. P10 into 1 minus chi1. That is equal to P10 into chi2. ഞാനിവിടെ P10 പുറത്തേക്ക് എടുത്താണ്. P10 1 minus chi1 is chi2. The sum of the mole fraction is always unity. Delta P1 is equal to P10 into chi2. ഓക്കെ, അപ്പോൾ ഇത്രയും ഡെറിവേഷൻ മനസ്സിലായല്ലോ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഈ P10 അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P10 is equal to chi2. Delta P1 is equal divided by P10 is equal to chi2. അപ്പോൾ ഈ ഒരു ടേം ഡെൽറ്റ P1 എന്ന് വെച്ചാൽ the lowering of vapor pressure divided by vapor pressure of solvent. അപ്പോൾ decrease the change in vapor pressure P10 minus P1 divided by P10 divided by P10 എന്ന് വെച്ചാൽ ഓൾറെഡി സോൾവെൻറ്റിന് ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ, ഇത് ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. അതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ആരുമായിട്ട് റിലേറ്റ് ചെയ്തത്, ഓൾറെഡി ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ. ദിസ് ഇസ് കോൾഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഡെൽറ്റ P1 ഡിവൈഡ് ബൈ P10 is equal to chi2. chi2 നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P10 is equal to N2 മോൾ ഫ്രാക്ഷൻ, N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ത്, സോൾവെൻറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ത്, നമ്മൾ സൊല്യൂട്ടിൻ്റെ നേച്ചറാണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്, വാട്ടറിലേക്ക് ഷുഗറും ആഡ് ചെയ്തു, സാൾട്ടും ആഡ് ചെയ്തു. N2 അല്ലാണ്ട് അത് ഷുഗർ ആണോ സാൾട്ട് ആണോ ഇനി വേറെ എന്തെങ്കിലും സൊല്യൂട്ട് ആണോ എന്നുള്ളത് വിഷയമല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് നേച്ചർ. സോ ദിസ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. സോ ദ ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് relative lowering of vapor pressure. What is relative lowering of vapor pressure? You just note the definition. Relative lowering of vapor pressure is defined as when a non-volatile solute is added to a volatile solvent, its vapor pressure decreases. What? When a non-volatile solute is added to a volatile solvent, its vapor pressure decreases. This is called relative lowering of vapor pressure. And this is the mathematical expression. How we derive the mathematical expression? Based on the graph, we said the lowering or the decrease, the lowering
of vapor pressure. This is not relative lowering. The lowering of vapor pressure delta P1 define ചെയ്യാം, Raoult's law apply ചെയ്യാം, just rearrange ചെയ്യാം, and finally you will get the value of delta P1 by P10 that is equal to chi2. നിങ്ങൾക്ക് delta P1 by P10 എന്ന് എഴുതുന്നതിന് പകരം എങ്ങനെ എഴുതാം? This is also relative lowering. P10 minus P1 divided by P10 is equal to chi2. Okay. ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമുക്ക് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തതാണ്, തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തതാണ്. എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് നീറ്റിന് നിങ്ങൾക്കില്ല, അത് JEE അഡ്വാൻസ് ടോപ്പിക്കാണ്, JEE അഡ്വാൻസ് ടോപ്പിക്കിലുണ്ട്. അപ്പോൾ ഇവിടെ അത് നിങ്ങൾക്ക് ആവശ്യമില്ല. എന്നാലും ദ മെത്തേഡ്, ദ നെയിം ഓഫ് ദ മെത്തേഡ് യു നോ ദാറ്റ് ഈസ് ഓസ്റ്റ്വാൾഡ് വാൾക്കർ മെത്തേഡ്. The relative lowering of vapor pressure is experimentally determined by experimental setup that is called Ostwald-Walker method. Okay, and we have ഇപ്പോൾ എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പഠിച്ചു. ദിസ് എ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ്, ഫസ്റ്റ് എക്സാമ്പിളാണ്, 4 എണ്ണം ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. And when we add a non-volatile solute to a volatile solvent, its vapor pressure decreases. That's called relative lowering of vapor pressure. Relative lowering of vapor pressure is equal to mole fraction of the solute. Okay, that's equal to N2 divided by N1 plus N2 negative, and that is measured experimentally by Ostwald-Walker method. And we have an application of this relative lowering of vapor pressure. Not only for relative lowering of vapor pressure, all the colligative properties can be used, can be applied to calculate the molecular weight of solute. ഒരു സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ലാബിൽ ഒരു വൈറ്റ് സോളിഡ് തന്നു. ഒരു വൈറ്റ് സോളിഡ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താണെന്ന്, വെദർ ഇറ്റ് ഈസ് സാൾട്ട്, ഷുഗർ ഓർ നാഫ്തലിൻ ഓർ എനി അതർ ഓർഗാനിക് കോമ്പൗണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഒരു വൈറ്റ് പൗഡറാണ്, ഒരു കുറച്ച് വാട്ടർ തന്നു, യൂണിറ്റ് വോള്യൂം ഓഫ് വാട്ടർ. നിങ്ങൾ വാട്ടറിൻ്റെ വെയിറ്റ് എടുക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന സാധനത്തിൻ്റെ വെയിറ്റ് കൊടുക്കുക. നിങ്ങൾക്കത് NaCl എന്ന് പറഞ്ഞാൽ NaCl മാസ് കൂട്ടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കിട്ടും. എന്നിട്ട് മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോമ്പൗണ്ട് ഏതാണെന്ന് പറയേണ്ട തന്നെ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, സോ എങ്ങനെ ഞാൻ ആ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ഞാനിത് ഡിറൈവ് ചെയ്തതിന് ശേഷം പറയാം. സോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് യൂസ്ഡ് ടു മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻ. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് molecular weight determination from relative lowering of vapor pressure. Okay, let's see. Molecular weight calculation, we can also say molar weight calculation. You know, if it is for one molecule, it is molecular weight. If it is for 1 mole, molar weight. Okay, molecular weight of NaCl, 58.5 U. Okay, molar weight of NaCl 58.5 gram. Hope you remember the concept, mole concept. Okay, മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷൻ. അത് നമുക്ക് എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ കിട്ടിയത്? ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P10 ഈസ് ഈക്വൽ ടു chi2. ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P10 ഈസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഓക്കെ, ഫോർ മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷൻ we take very dilute solution. Very dilute solution എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിലേക്ക് കുറച്ച് മിനിമം സൊല്യൂട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് N2 will be very very less than N1. N1 എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് സൊല്യൂട്ടിനേക്കാൾ ഒരുപാട് അധികമാണ്, അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോൾവെൻറ്റിനേക്കാൾ ഒരുപാട് കുറവാണ്. അപ്പോൾ നമുക്ക് N1 പ്ലസ് N2, ആ N2 നെഗ്ലിജിബിൾ ആവും. ഓക്കെ, ഇപ്പോൾ 100 പ്ലസ് 0.01, 100 പ്ലസ് 0.1 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 100 ആണ്. അപ്പോൾ സമ്മേഷനിൽ നമുക്ക് നെഗ്ലിജിബിൾ, സമ്മേഷനിലും അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷനിലും നിങ്ങൾക്ക് നെഗ്ലിജിബിൾ വാല്യൂസ് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. Therefore delta P1 divided by P10 is equal to N2 divided by N1. N2 in the denominator becomes negligible. That is delta P1 divided by P10 is equal to, what is number of moles? Number of moles is equal to actual mass divided by molar mass. Actual mass divided by molar mass. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, W2 divided by M2 all divided by W1 divided by M1. Okay, so rearrange ചെയ്താൽ therefore delta P1 divided by P10 is equal to W2, this to here, this to here.
W2 M1 divided by M2 W1. M2 W1. The relative lowering of vapor pressure, we got another equation in terms of mole fraction just in the just expanded. W2 M1. W2 is the mass of solute and M2 is the molar mass of solute. M1 is the molar mass of solvent and W1 is the mass of solvent. Okay. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. And അത് കണ്ടിന്യൂ ചെയ്താൽ അപ്പോൾ നമുക്ക് വേണ്ടത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. Therefore മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് M2 is equal to എന്താ വരിക W2 M1 divided by W1 into P10 divided by delta P1. That is the inverse of relative lowering of vapor pressure. This is the equation, just a rearranged equation to calculate the molecular weight of solute. If you know the mass of solvent, mass of solute and molar mass of solvent. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ലാബിനകത്ത് ഒരു വൈറ്റ് സോളിഡ് തന്നു, കുറച്ച് വാട്ടറും തന്നു, ആൻഡ് ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ അൺനോൺ സൊല്യൂട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വാട്ടറിൻ്റെ മാസ് എടുക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാട്ടറിൻ്റെ മാസ് W1, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. വേ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസ്, ആ വൈറ്റ് പൗഡറിൻ്റെ മാസ് നിങ്ങൾ എടുക്കും. പിന്നെ M1 വാട്ടറാണ്, മോളാർ മാസ് 18 ഗ്രാം അറിയാം. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളതിനെ ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യുമ്പോൾ അവിടെ വേപ്പർ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളതിനെ ഹീറ്റ് ചെയ്യും. ആദ്യം വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ മെഷർ ചെയ്യും. പിന്നെ അവിടെ അത് നോർമലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഓസ്റ്റ്വാർഡ് വാൾക്കർ മെത്തേഡ്. ഓക്കെ, if it is in the problem, it's given the vapor pressure of water and the change in vapor pressure when this solute, this white powder is added. അപ്പോൾ നിങ്ങൾക്ക് അവിടെ P10 അറിയാം, P10 minus P1 അറിയാം, അതാണ് ഡെൽറ്റ P1 അറിയാം. യു വിൽ ഗെറ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നിങ്ങൾ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടുന്നത് 58.5 ആണെങ്കിൽ അതൊരു NaCl സാൾട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റലി മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഞാൻ പറഞ്ഞു, ഇനി പറയാൻ പോകുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷനാണ് മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഇവിടെ നമ്മൾ ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഞാൻ വേറൊരു ഡെറിവേഷൻ കൂടി കാണിക്കാം. ലെറ്റ് ഇറ്റ് ബി ദർ ഫോർ നമുക്ക് ഫൈനലി എന്ത് ചെയ്യാം? ഒരു റിവ്യൂവിന് വേണ്ടി എടുക്കാം. നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. വാട്ട് ഈസ് ദാറ്റ്? ഡെൽറ്റ P1, അതായത് ഫസ്റ്റ് ഇക്വേഷൻ P10 is equal to N2 divided by N1 plus N2. This is applicable only for dilute solution ആണ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ. അപ്പോഴേ എന്താവുള്ളൂ നമുക്ക് ഇവിടെ നമ്മൾ നെഗ്ലിജിബിൾ ആക്കി എടുത്ത ഒരാളുണ്ടല്ലോ, N2 ലെസ് ദാൻ N1 ആവുള്ളൂ. അപ്പോഴേ നമുക്ക് ആ ഇക്വേഷൻ കിട്ടുള്ളൂ. ഫോർ എനി സൊല്യൂഷൻ, ഞാനിവിടെ ഡൈല്യൂട്ട് ഒന്നും എടുത്തില്ല. ഫോർ എനി സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ്, ഡൈല്യൂട്ട്, എനിത്തിങ്, N2 divided by N1 plus N2. This is P10 minus P1 divided by P10 is equal to N2 divided by N1 plus N2. Okay, I am just taking the inverse, that is P10 divided by P10 minus P1. Just taken the reciprocal inverse എടുത്തു. That's equal to N1 plus N2 divided by N2 എന്ന് കിട്ടി. N1 plus N2 divided by N2. Okay, that is equal to N1 by N2 plus 1. ചെക്ക് ചെയ്ത് നോക്കുക. N1 plus N2 by N2 അത് തന്നെ കിട്ടും. ആ 1 ഇങ്ങോട്ടേക്ക് എടുക്കുക. That is P10 divided by P10 minus P1 minus 1 is equal to N1 by N2 എന്ന് കിട്ടി. N1 by N2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് P10 മൈനസ് P10 പ്ലസ് P1 അല്ലേ? ഇതിനെ -1 കൊണ്ട് ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. ഡിവൈഡഡ് ബൈ P10 മൈനസ് P1 ഇസ് ഈക്വൽ ടു N1 by N2. N1 by N2. ഓക്കെ, അപ്പോൾ P10 കട്ട് ചെയ്ത് പോയി. അപ്പോൾ എന്താ വരിക? P1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P1 ഓക്കെ അല്ലേ, ഇസ് ഈക്വൽ ടു N1 by N2. അപ്പോൾ ഡെൽറ്റ P1 by P1 ജസ്റ്റ് എന്ത് ചെയ്തു? വീണ്ടും ഇൻവേഴ്സ് എടുത്തു. ടേക്കിംഗ് ഇൻവേഴ്സ്, ദാറ്റ്സ് ഈക്വൽ ടു N2 by N1. നേരത്തെ നിങ്ങളുടെ ഇക്വേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് റീകോൾ ചെയ്ത് നോക്കും. ഇവിടെ നിങ്ങൾക്ക്
delta P1 by P10 നോക്കട്ടോ delta P1 by P10 N2 by N1 കിട്ടിയിട്ടായിരുന്നു നോക്കുക delta P1 by P10 ശ്രദ്ധിക്കണം delta P1 by P10 is equal to N2 by N1 ഇപ്പോൾ കിട്ടിയിരിക്കുന്നതോ delta P1 by P1 also is equal to N2 by N1 നേരത്തെ കിട്ടിയത് just for your clarification നേരത്തെ നിങ്ങൾക്ക് കിട്ടിയത് delta P1 by P10 N2 by N1 ആയിരുന്നു അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് N2 by N1 ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ ദിസ് ഈസ് നോട്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ പ്രോബ്ലംസ് ഓക്കെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലാണ്ട് നിങ്ങൾക്ക് പിന്നെ മോളിക്കുലർ വെയിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇഫ് യു നോ വാട്ട് ഈസ് ഡെൽറ്റ P1 എന്ന് വെച്ചാൽ എന്താ ദാറ്റ് ഈസ് P10 മൈനസ് P1 പ്യുവർ സോൾവെൻറ്റിൻ്റെതും സൊല്യൂഷൻ്റെ ഒക്കെ തന്നാൽ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാം ഫോർ എനി സൊല്യൂഷൻ ഓക്കെ പക്ഷേ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അവിടെ ഡിനോമിനേറ്ററിൽ P10 ആണ് വരിക എന്താണ് ഈ ഇക്വേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ദിസ് ഓൾസോ യൂസ്ഡ് ഫോർ മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചില ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യാം ഈ ഇക്വേഷൻസും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P1 ഈസ് ഈക്വൽ ടു N2 ബൈ N1 എടുത്താൽ W2 M1 ഡിവൈഡഡ് ബൈ M2 W1 എന്നുള്ള ഇക്വേഷൻ കിട്ടും കാരണം എന്താ N2നെ നിങ്ങൾക്ക് W2 ബൈ M2 എന്ന് എഴുതാം മറ്റേ W1 ബൈ M1 അത് തിരിഞ്ഞു വരും സോ നിങ്ങൾക്ക് സെയിം ഇക്വേഷനാണ് കിട്ടിയത് അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് RHS സെയിം ആണ് LHSലെ ഡിനോമിനേറ്ററിൽ ചെറിയ ചേഞ്ച് ഉണ്ട് ദാറ്റ്സ് യൂസ്ഡ് ഫോർ എനി സൊല്യൂഷൻ സോ ദിസ് ഓൾസോ അവിടെ P1 എന്താണ് P10 എന്താണ് ചില ബുക്സിലൊക്കെ P1 എന്നുള്ളതിന് PS എന്ന് കൊടുക്കും PS എന്ന് വെച്ചാൽ പ്രഷർ ഓഫ് സൊല്യൂഷൻ ആണ് P1 എന്ന് വെച്ചാലും എന്താണ് പ്രഷർ ഓഫ് സൊല്യൂഷൻ ആണ് ഓക്കെ ഡെൽറ്റ P1 എന്ന് വെച്ചാലോ P10 മൈനസ് P1 ആണ് സോ ദിസ് ഓൾസോ യൂസ്ഡ് ഫോർ മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻ M2നെ ഇവിടെ വെച്ച് ബാക്കിയുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി യു വിൽ ഗെറ്റ് ദ സെയിം ഇക്വേഷൻ ബട്ട് ദ ഡിനോമിനേറ്റർ ഈസ് ഡിഫറെൻറ്റ് ഓക്കെ ഒരു അഡീഷണൽ പോയിന്റ് വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ ഗ്രാഫ് വരച്ചു വേപ്പർ പ്രഷർ along y axis and temperature along x axis and there is an increase whether it is solvent or solution okay ഇങ്ങനെ ഇൻക്രീസ് ഉണ്ട് അപ്പോൾ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ വേപ്പർ പ്രഷർ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ യൂസിങ് ആൻ ഇക്വേഷൻ ഒരു അഡീഷണൽ പോയിന്റ് ആണ് ഓൺലി ഫോർ എൻട്രൻസ് ദാറ്റ് ഈസ് Clapeyron equation not that much important in the problem point of view നമുക്ക് ആവശ്യമുണ്ട് Clapeyron equation okay and that is ln natural logarithm ln P2 by P1 okay P2 is the vapor pressure at temperature T2 and P1 is the vapor pressure at temperature T1 is equal to delta H vaporization divided by R is universal gas constant into 1 by T1 minus 1 by T2 this is equation അപ്പോൾ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലുള്ള പ്രഷറും T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലുള്ള പ്രഷറും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് P2 P1 അൺനോൺ ആണെങ്കിൽ ഇഫ് വി നോ ഓൾ അതർ ക്വാണ്ടിറ്റീസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദം ഓക്കെ ഇതിന് നിങ്ങൾ എല്ലാം നാച്ചുറൽ ലോഗരിതത്തിനെ നിങ്ങൾ ലോഗിലേക്ക് മാറ്റിയാൽ 2.303 log P2 by P1 is equal to delta H vaporization divided by R into വേണമെങ്കിൽ ഇതിനെന്ത് ചെയ്യാം T2 minus T1 divided by T1 T2 എന്ന് എഴുതാം അല്ലെങ്കിൽ മറ്റേ രീതിയിലും എഴുതാം ഓക്കെ അപ്പോൾ നമുക്കിതിനെ log P2 by P1 log values ആണ് കാൽക്കുലേഷൻ ഈസി ഐ ഹോപ്പ് യു നോ അബൌട്ട് log കാൽക്കുലേഷൻ ലോഗോ ആൻറ്റി ലോഗോ ഒക്കെ എടുക്കാൻ അറിയും എന്ന് വിചാരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് പോസ്റ്റ് ചെയ്യുക നമുക്ക് ലോഗ് ആൻഡ് ആൻറ്റി ലോഗ് കാൽക്കുലേഷൻസ് +1 ഇക്വിലിബ്രിയത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നതാണ് അത് അറിയില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് പോസ്റ്റ് ചെയ്യുക നമുക്കത് ഒരു സെഷൻ അതിനു വേണ്ടി അറേഞ്ച് ചെയ്യാം ഓക്കെ സോ ദാറ്റ്സ് ഇക്വൽ ടു ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ 2.303 R into T2 minus T1 divided by T1 T2 this is Clapeyron equation and that relates two properties that is vapor pressure and temperature next we are moving to the second type of colligative property okay അപ്പോൾ നമ്മളിവിടെ നേരത്തെ എടുത്ത ഗ്രാഫിനെ ഞാൻ ഒന്നുകൂടി റീകോൾ ചെയ്യാണ് എന്തായിരുന്നു y ആക്സിസ് വേപ്പർ പ്രഷർ ആൻഡ് അലോങ് x ആക്സിസ് ടെമ്പറേച്ചർ അപ്പോൾ നിങ്ങൾക്ക് സോൾവെൻറ്റിന് ഒരു ഗ്രാഫും കിട്ടി സൊല്യൂഷൻ ഒരു ഗ്രാഫും കിട്ടി അല്ലേ ഓർക്കുന്നില്ലേ ഇവിടെ എന്താണ് ദിസ് ഈസ് ഫോർ സോൾവെൻറ്റ്
and this is for solution. When a non-volatile solute is added, there is a depression in, there is a lowering in vapor pressure. Vapor pressure കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ വേപ്പർ പ്രഷർ ഇവിടെ 0 പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 0.1, 0.2, 0.4, 0.6, 0.8. സപ്പോസ് ദിസ് ഇസ് 1 atm. 1 atm. അപ്പോൾ 1 atmൽ ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടർ ബോയിൽ ചെയ്യും. 1 atm അതായത് when the vapor pressure of water becomes equal to atmospheric pressure, sea level atmospheric pressure 1 atm വരും. അപ്പോൾ സോൾവെൻറ്റ് വാട്ടർ ആണ്. അപ്പോൾ ഈ 1 atm വരുന്ന സമയത്ത് ഇത് ബോയിൽ ചെയ്യും. And that is represented as T0. 0 is superscript, മേലെയാണ് B, T0B. T0B is the boiling point of pure solvent. 0 കൊടുക്കുന്നതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്യൂർ ആണ്. P10, vapor pressure of pure solvent. This is boiling point of pure solvent. നിങ്ങൾ നോക്ക്, boiling point is the temperature at which the vapor pressure of water becomes equal to, vapor pressure of liquid becomes equal to atmospheric pressure 1 atm. അപ്പോൾ ആ 1 atmനോട് എപ്പോഴാണോ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്നത് അപ്പോൾ സൊല്യൂഷൻ ബോയിൽ ചെയ്യും. and that is TB. And TB is the boiling point of solution. സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓട്ടോമാറ്റിക്കലി ഗ്രാഫിൽ നിന്ന് തന്നെ വെരി ക്ലിയർ ആണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ, വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ കുറവ് വേപ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞെടുത്തൊന്നും നമുക്ക് കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ കൂടണമെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണം. സോ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ ടി ബി. ആൻഡ് ഡെൽറ്റ ടി ബി, ദ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ വലുതേതാ? ടി ബി ആണ്. ടി ബി മൈനസ് T0B. TB minus T0B, and this delta TB is called elevation increase, elevation in boiling point, and this is the second colligative property. The second colligative property is elevation. ഇത് നമുക്ക് colligative property ആണോ നോക്കാം. Elevation in boiling point. So you know the second colligative property is elevation in boiling point. What is elevation in boiling point? What is the definition? When a non-volatile solute is added to a volatile solvent, it makes a solution. When a non-volatile solute is added to a volatile solvent, its vapor pressure decreases. As a result, its boiling point increases. And this increase in boiling point is called elevation in boiling point. Okay? When a non-volatile solute is added to a volatile solvent, its vapor pressure decreases, so boiling point increases. This is called elevation in boiling point. Elevation in boiling point is represented as delta TB. Delta TB is equal to TB minus T0B. And what is T0B? What is TB? That is defined here. Okay, and let's see what is the equation and how we calculate, how we used this for molecular weight calculation, etc. Okay, so നേരത്തെ ഞാൻ എടുത്ത സെയിം ഗ്രാഫ് തന്നെയാണ്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് വൺ സൊല്യൂഷൻ ഐ ഹാവ് ടേക്കൺ ടു സൊല്യൂഷൻ. സപ്പോസ് വൺ ഈസ് ഷുഗർ സൊല്യൂഷൻ, അതർ വൺ ഈസ് സാൾട്ട് സൊല്യൂഷൻ. ഇവിടെ എന്തുണ്ട്? പ്യൂർ സോൾവെൻ്റ് ഉണ്ട്. പ്യൂർ സോൾവെൻറ്റ്, അതാണ് എ എന്ന് പറയുന്ന കർവ്. സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2. ഓക്കെ, രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. കാരണം ഞാനിവിടെ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഈ ഡെറിവേഷൻ നിങ്ങൾ NCERT-യിലില്ല. ജസ്റ്റ് ഹൗ വി റിലേറ്റ് ദിസ് വിത്ത് ദ നമ്പർ ഓഫ് മോൾസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രാഫിൽ നിങ്ങൾക്കറിയാം ഇവിടെ AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ AC എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ അവിടെ AB എന്ന് പറയുന്ന പോർഷനും AC എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്. അതേപോലെ AE എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, അതിലും ഒരു ഹാഫ് ഉണ്ട്. AD എന്ന് പറയുന്നത് D. സോ ഫ്രം ദ കർവ് യു നോ ഫ്രം മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലാവും AC ഡിവൈഡഡ് ബൈ AB ഒരേ കർവാണ്. AC ഡിവൈഡഡ് ബൈ AB ഇസ് ഈക്വൽ ടു എന്താണ്? അതിൻ്റെ വിഡ്ത്ത് വരും. അത് ലെങ്ത്താണ്, ഇത് വിഡ്ത്ത്. സോ AE ഡിവൈഡഡ് ബൈ AD. AE ഡിവൈഡഡ് ബൈ AD. ഓക്കെ, അതായത് AC ഡിവൈഡഡ് ബൈ AB ഇസ് ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ AD. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ തന്നെ ഇവിടെ ഡിഫൈൻഡ് ആണ് എന്ത്? ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് T0 ആണ്. വാട്ട് ഈസ് T0? ആൻഡ് ദിസ് ഇസ് T1 ആൻഡ് ദിസ് ഇസ് T2. ഓക്കെ, അതേപോലെ ഇത് P2 ആണ്, ഇത് P1 ആണ്, ഇത് P0 ആണ്.
T0 corresponding ആയിട്ടുള്ളത് P0. Okay? T1 corresponding ആയിട്ടുള്ളത് P1. നോക്ക് ഇങ്ങനെ വരും. And T2 corresponding ആയിട്ടുള്ളത് P2. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഗ്രാഫിൽ നിന്നും AE എന്ന് പറഞ്ഞാൽ എന്താ? AC ഡിവൈഡഡ് ബൈ AB. AC is equal to എന്താ? AC എന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ T2 T1 നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് T2 മൈനസ് T0. T2 മൈനസ് T0 ഡിവൈഡഡ് ബൈ. ഓക്കെ, പിന്നെ അവിടെ AB എന്താ? ദാറ്റ് ഈസ് T1 മൈനസ് T0 ഈസ് ഈക്വൽ ടു AE എന്താ? P2 മൈനസ് P0 അല്ലെ? P0 മൈനസ് P2 എടുക്കുക. P2 മൈനസ് P0 ഡിവൈഡഡ് ബൈ AD എന്താ? ദാറ്റ് ഈസ് P1 മൈനസ് P0 അത് ഓരോ ഡിസ്റ്റൻസ് കൊടുത്തതാ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആൻഡ് ദിസ് ഇസ് ഡെൽറ്റ T2 T0യിൽ നിന്നുള്ള T2ൻ്റെ ഡിഫറൻസ് ആണ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ T1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ P2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ T2 ബൈ ഡെൽറ്റ T1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ P2 ബൈ ഡെൽറ്റ P1. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ T ഈസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ P. റേഷ്യോ ഈക്വൽ ആണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രപ്പോർഷണൽ. ഡെൽറ്റ T ഈസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ P. ഒരു ഇക്വേഷൻ കിട്ടി. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എന്ന് കിട്ടി. ഈ ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. നമുക്ക് എങ്ങനെ റിലേഷനിലേക്ക് വരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ അവിടെ കിട്ടി. ആൻഡ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡെൽറ്റ P1 ഡിവൈഡഡ് ബൈ P10. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു W2 M1 ഡിവൈഡഡ് ബൈ M2 W1. ഓക്കെ, ഇവിടെ രണ്ട് സംഗതികൾ കോൺസ്റ്റൻ്റ് ആണ്. ഒന്ന് P10, ദാറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ഇത് വാട്ടർ ആണെങ്കിൽ അത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ M1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് നമുക്ക് അറിയുന്നതാണ്. ഏത് സോൾവെൻ്റ് ആണ്? വാട്ടർ ആണെങ്കിൽ അത് 18 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാം ഡെൽറ്റ P1 is equal to W2 divided by M2 W1 into M1 divided by P10. This is a constant. Constant by constant is again a constant. Constant divided by constant is അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഡെൽറ്റ P1 is proportional to W2 divided by M2 W1. So mass of solute divided by molar mass of solute into mass of solvent. അതായത് നമുക്ക് ഇവിടെ ഡെൽറ്റ P1 is proportional to N2. What is N2? Actual mass divided by molar mass divided by W1. Number of moles of solute divided by mass of solvent. If it is in kilogram, that is molality. Therefore, delta P1 is proportional to molality. അല്ലേ? ആ ഡെൽറ്റ P ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഡെൽറ്റ P1 പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി ആണെങ്കിൽ therefore finally ഡെൽറ്റ T ഈസ് പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി. അപ്പോൾ ഡെൽറ്റ T ഈസ് പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി. നമുക്കിതിനെന്ത് ചെയ്യാം? ബോയിലിംഗ് ആയതുകൊണ്ട് ഡെൽറ്റ TB എന്ന് എഴുതാം. ഡെൽറ്റ TB, ദാറ്റ് ഈസ് ജസ്റ്റ് എ സബ്സ്ക്രിപ്റ്റ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സബ്സ്റ്റൻസ് ബോയിൽസ്. സോ ഡെൽറ്റ TB ഇവിടെ നിന്നാണ് നിങ്ങൾ NCERT സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡെറിവേഷൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് കാണിച്ചത്. സോ ഡെൽറ്റ TB ഈസ് പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് elevation in boiling point is defined as when a non-volatile solute is added to a volatile solvent, there is a decrease in vapor pressure. As a result, there is an increase in boiling point. That is called elevation in boiling point. Elevation in boiling point delta TB is equal to TB minus T0B എന്ന് പറഞ്ഞു. And that is proportional to molality for dilute solutions. Delta TB is proportional to molality. അവിടെ നിന്നാണ് നമ്മൾ NCERTയിലെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. How it comes, that is derived from the graph we discussed. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ NCERTയിലുള്ള ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ TB ഈസ് പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ TB ഈസ് പ്രപ്പോർഷണൽ ടു സ്മോൾ ലെറ്റർ m. സോ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി, ദാറ്റ് ഈസ് KB into molality. That's a very important equation, KB into m.
delta TB and the TB minus T0B. M is molality and KB is called boiling point. This is boiling point elevation. Boiling point elevation constant. Boiling point elevation constant. It's a constant in will calculating the elevation in boiling point. It's also called molar elevation constant. Molar elevation constant. And it's also called ebullioscopic constant. Ebullioscopic constant. 3 names. Molar elevation constant, boiling point elevation constant, or ebullioscopic constant. Ebullioscopy is a method to calculate the molecular weight by using the difference in boiling point. Boiling point method ഉപയോഗിച്ചിട്ട് elevation in boiling point ഉപയോഗിച്ചിട്ട് molecular weight calculation പറയുന്ന പേരാണ് ebullioscopy, that method. So that constant is also called ebullioscopic constant. And we can say something about KB before going to the molecular weight calculation. KB ഒരു important constant ആണ്. ഈ KB കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നിങ്ങൾ വാട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും KB സെയിം ആയിരിക്കും. അതിലേക്ക് ഏത് സൊല്യൂട്ട് ആഡ് ചെയ്താലും, ഏത് സൊല്യൂട്ട് അതായത് സാൾട്ട് ആഡ് ചെയ്താലും ഷുഗർ ആഡ് ചെയ്താലും ടെമ്പറേച്ചർ മാറ്റിയാലും KB മാറില്ല. ഓക്കെ, സോ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് KB? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് depends on nature of solvent only. സോൾവെൻറ്റിൻ്റെ നേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് KB. ആൻഡ് ഹൗ ദ KB ഈസ് ഡിഫൈൻഡ്? KBനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇവിടെ ഇരിക്കട്ടെ. KB ഈസ് ഡിഫൈൻഡ് ആസ് KB ഈസ് ഈക്വൽ ടു ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R ഇൻറ്റു T0B, boiling point of pure solvent, square into 1000 into LV. LV is latent heat of vaporization. Latent heat of vaporization. അല്ലെങ്കിൽ അതിനെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയാം. ആക്ച്വലി ദാറ്റ് ഈസ് എ ഹിഡൻ ഹീറ്റ്. നമ്മളിപ്പോൾ ഒരു സോളിഡിനെ ലിക്വിഡ് ആക്കുമ്പോൾ, അല്ലെങ്കിൽ ലിക്വിഡിനെ വേപ്പറൈസേഷൻ, ലിക്വിഡിനെ വേപ്പർ ആക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എല്ലാ അട്രാക്റ്റീവ് ഫോഴ്സും ബ്രേക്ക് ചെയ്തിട്ടാണ് വേപ്പറായിട്ട് മാറുന്നത് ബോയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന, അതായത് ഇത് ബോയിൽ ചെയ്യുന്ന, ഇവാപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിൽ അവിടെ എന്തുണ്ടാവുന്നില്ല, ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവുന്നില്ല. കാരണം എന്താ? നമ്മൾ അവിടെ എനർജി എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എനർജി യൂസ് ചെയ്യുന്നതുകൊണ്ട്, എനർജി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ, അതായത് ഒരു ലിക്വിഡ് വേപ്പർ ആവുന്ന സ്റ്റേറ്റിൽ അവർ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ലിക്വിഡ് ഇവാപ്പറേഷനിൽ അവരെന്തായിരിക്കും? ഗ്യാസും ലിക്വിഡും തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആ സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്? ദ എനർജി ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് ദ അട്രാക്റ്റീവ് ഫോഴ്സ്. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഫലത്തിൽ എന്ത് ചെയ്യില്ല, പുറത്തേക്ക് കാണില്ല. കാരണം എന്താ? അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. നിങ്ങളത് +1 തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ദിസ് ഈസ് മേജർലി കാൽക്കുലേറ്റഡ് ഇൻ കിലോ ജൂൾ പെർ മോൾ. എന്ന് വെച്ചാൽ എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 mole ഓഫ് എ ലിക്വിഡ് ഇൻ ടു വേപ്പർ എന്ന് പറയാം. അല്ലെങ്കിൽ ദിസ് ഈസ് ഓൾസോ കാൽക്കുലേറ്റഡ് ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം. ദാറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു കൺവേർട്ട് എ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ഇൻ ടു എന്താണ്? യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ഇൻ ടു വേപ്പർ. ഇത് സോളിഡ് ഇൻ ടു ലിക്വിഡ് ആണെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് വരിക. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ എനർജി പെർ ഗ്രാം വരാം, പെർ യൂണിറ്റ് മാസ് പറയാം, എനർജി പെർ യൂണിറ്റ് മോൾ പറയാം, രണ്ടും പറയാം. ഓക്കെ, കിലോ ജൂൾ പെർ കിലോഗ്രാം ആവാം, അല്ലെ ജൂൾ പെർ കിലോഗ്രാം ആവാം. ജൂളിന് പകരം എന്ത് യൂസ് ചെയ്യാം? കലോറി പെർ ഗ്രാം യൂസ് ചെയ്യാം, കലോറി പെർ കിലോഗ്രാം യൂസ് ചെയ്യാം. എനർജിൻ്റെ ഏത് യൂണിറ്റ് യൂസ് ചെയ്യാം? ആൻഡ് SI യൂണിറ്റ് ഈസ് ജൂൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. So R into T0B square divided by 1000 LV. This is a very important equation. Okay, അപ്പോൾ KB ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. R is a constant. R ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ T0B ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ, അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. ദാറ്റ് ഇസ് ഇക്വൽ ടു 373.15 കെൽവിൻ ആണ്. 373.15 കെൽവിൻ ആണ്. ആൻഡ്
LV almost, that is latent heat of vaporization in calorie, that is 540 calorie per gram ആണ് for water. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. for H2O T0B is equal to 373 Kelvin. All the calculation should be in Kelvin. Okay, and latent heat of vaporization is equal to 540 calorie per gram. 540 calorie per gram. If we substitute this into, what is the value of R in calorie? R ന് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂസ് അറിയാം. 8.314, 0.082, 1.0831. In calorie, R is almost 1.998. We take 2 calorie per Kelvin per mole. Calorie per Kelvin per mole. If we substitute this, Kb is equal to 2 into 373 square, 0.15 ഒഴിവാക്കി 1000. എന്തിനാ ഈ 1000? നമ്മൾ മൊളാലിറ്റി ഒക്കെ എടുക്കുന്ന കിലോഗ്രാമിലാണ്. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ തന്നിരിക്കുന്നത് എന്താണ്? ഗ്രാമിലാണ്. കലോറി പെർ ഗ്രാമിലാണ്. അപ്പോൾ പെർ ഗ്രാം മേലേക്ക് കയറിയാൽ കലോറി 540 കലോറി പെർ ഗ്രാം മേലേക്ക് കയറിയാൽ 1000 എന്ന് വെച്ചാൽ 10⁻³ കയറിയാൽ 1000. സോ ദാറ്റ് ഇൻ ടു എന്താ വരിക? 540. ആൻഡ് ദിസ് ഓൾമോസ്റ്റ് ഈസ് ഈക്വൽ ടു 0.515 or rounded to 0.52. What is the unit of Kb? How can you calculate the unit of Kb? Kb നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് Kbക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ നേരത്തെ. ഡെൽറ്റ ടി ബി ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇവിടെ എല്ലാത്തിനും യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അതിനേക്കാൾ എളുപ്പത്തിൽ കിട്ടാൻ ഡെൽറ്റ ടി ബി ഇസ് ഇക്വൽ ടു Kb ഇൻറ്റു മൊളാലിറ്റി. അപ്പോൾ Kb ഇസ് ഇക്വൽ ടു എന്താ? Kb ഇസ് ഇക്വൽ ടു ഡെൽറ്റ ടി ബി ബൈ എം ആണ്. ഡെൽറ്റ ടി ബി എന്ന് വെച്ചാൽ കെൽവിൻ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഡിവൈഡഡ് ബൈ എം. എന്താ? നമ്പർ ഓഫ് മോൾസ് of solute divided by unit of mole per kilogram. So what is the unit? Kelvin kilogram mole inverse. Kelvin kilogram mole inverse. അപ്പോൾ ഇത്രയും Kelvin kilogram mole inverse. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? Kelvin മൊളാലിറ്റിൻ്റെ ഇൻവേഴ്സ് ആണ്. കാരണം എന്താ? മോൾ പെർ കിലോഗ്രാമിൻ്റെ ഇൻവേഴ്സ് ആണ് കിലോഗ്രാം പെർ മോൾ. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് Kb ഫോർ വാട്ടർ. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ചിലപ്പം മിക്കവാറും കേസിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പ്രൊവൈഡഡ് ആയിരിക്കും Kb വാല്യൂ. ആൻഡ് പക്ഷേ അതർ സോൾവെൻ്റ് ആണെങ്കിൽ എന്തായാലും തരും. വാട്ടർ ആണെങ്കിൽ ചിലപ്പോൾ തന്നോളന്നില്ല. സോ യു ഷുഡ് നോ ദിസ് വാല്യൂ, ദാറ്റ് ഈസ് Kb ഓഫ് വാട്ടർ ഇസ് ഇക്വൽ ടു 0.52 Kelvin കിലോഗ്രാം പെർ മോൾ ഓർ Kelvin മൊളാലിറ്റി ഇൻവേഴ്സ്. സോ ദിസ് ഇസ് നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് Kb ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് സോൾവെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഇതിൽ R കോൺസ്റ്റൻ്റ് ആണ്, LV കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ ഇതും കോൺസ്റ്റൻ്റ് ആണ്. ഈ രണ്ട് കോൺസ്റ്റൻസും R പിന്നെ എല്ലാ ഗ്യാസിനും സെയിം ആണ്. 2 ആണ് കലോറിയിൽ വരിക. അപ്പോൾ T0B അത് വാട്ടർ ആണെങ്കിൽ എപ്പോഴും 373 ആണ്. LV അത് വാട്ടർ ആണെങ്കിൽ എപ്പോഴും 540 ആണ്. അപ്പോൾ വാട്ടറിനെ നമ്മൾ ആൽക്കഹോൾ ആക്കുമ്പോൾ മാത്രമേ അത് മാറുള്ളൂ. അല്ലാണ്ട് വാട്ടറിലേക്ക് നമ്മൾ ഏത് സൊല്യൂട്ട് ആഡ് ചെയ്താലും ഏത് ടെമ്പറേച്ചർ എടുത്താലും ഇതിലൊന്നും മാറാൻ പോകുന്നില്ല. സോ Kb is a constant that depends only on nature of solvent. അപ്പോൾ നമ്മൾ Kbനെയാണ് ഇതുവരെ ഡിഫൈൻ ചെയ്തത്. എന്തായിരുന്നു Kb? Kb is equal to you should remember this equation, R into T0B square divided by 1000 LB. നമ്മളിത് വാട്ടറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തു. വാട്ടറിന് Kb നമുക്ക് 0.552 കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ LV എന്ന് വെച്ചാൽ നമ്മൾ LVൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? LV യൂണിറ്റ് ദാറ്റ് ഈസ് ജൂൾ പെർ ഗ്രാമോ അല്ലെങ്കിൽ കലോറി പെർ ഗ്രാമോ അല്ലെങ്കിൽ അതിൻ്റെ കിലോ ജൂൾ പെർ കിലോഗ്രാമോ ഒക്കെ എടുക്കാം. ഓക്കെ, എനർജി പെർ ഗ്രാമാണ്. അപ്പോൾ മേലെ എനർജിയും എന്ന് വെച്ചാൽ LV is latent heat of vaporization, that is delta H vaporization divided by the molar mass of solvent ആണ്. ഓക്കെ, അത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കാൽക്കുലേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് അനദർ ഇക്വേഷൻ, ദറ്റ് ഈസ് R into T0B square divided by 1000 into delta H vaporization divided by M1. Okay, so we'll get M1 R T0B square divided by 1000 into delta H of vaporization. Okay, this is
Another equation, ചിലപ്പോൾ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കെ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ തരും ബൈ ഗിവിങ് ദ അതർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മൾ കെ ബിനെ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ആകെ ഒരു അതായത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ റിമൈനിങ് ആയിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ആപ്ലിക്കേഷൻ ഓഫ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ ആണ്, മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻ. ഓക്കെ, സോ വിൽ ഡിസ്കസ് മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻ. മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻ നമുക്ക് എന്താ കിട്ടിയിരുന്നത്? ഡെൽറ്റ ടി ബി, ഇവിടുന്ന് നമ്മൾ പോയത് കെ ബിൻ്റെ പിന്നാലെ. ഓക്കെ, കെ ബി ഇൻറ്റു മൊളാലിറ്റി. ഓക്കെ, ദറ്റ് ഈസ് ഡെൽറ്റ ടി ബി. നമ്മൾ നേരത്തെ കെ ബിൻ്റെ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ 1000 വരാനുള്ള കാരണം എന്താ? നമ്മൾ കലോറി പെർ ഗ്രാം എടുത്തത് കൊണ്ടാണ്. കലോറി പെർ കിലോഗ്രാം ആണ് തന്നതെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, 1000ൻ്റെ ആവശ്യമില്ല, 1000 അവിടെ വരില്ല. ഓക്കെ, സോ കെ ബി ഇൻറ്റു എം, ഡെൽറ്റ ടി ബി ഇസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, ദാറ്റ്സ് ഇക്വൽ ടു കെ ബി ഇൻറ്റു 10⁻³ മേലേക്ക് പോയി 1000 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് W2 ബൈ M2 W1. ഓക്കെ, N2 is W2 by M2, അതവിടെ വരും. സോ therefore ഫൈനലി നമുക്കതിനെ ഒന്ന് 1000 എഴുതാം. 1000 kb W2 divided by M2 W1 is the equation to find out the elevation in boiling point. If you know elevation in boiling point, therefore molar mass M2 is equal to 1000 kb W2 divided by delta TB into W1. Equation by heart ചെയ്യണം, കാരണം പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. സോ ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ക്വാണ്ടിറ്റീസ് ആൻഡ് യു വിൽ ഡയറക്ട്ലി ഗെറ്റ് ദ ആൻസർ. സോ മോളാർ മാസ്, വി കാൽക്കുലേറ്റഡ് ദ മോളിക്കുലാർ വെയിറ്റ് ഓർ മോളാർ മാസ് ഫ്രം എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. നേരത്തെ നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ തേർഡ് type of colligative property. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, the next one is depression in freezing point. Third one, depression is lowering, decrease. Depression in freezing point. Boiling point കൂടുമ്പോൾ freezing point കുറയാണെന്നാണ് ടൈറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. Depression in freezing point. And let's see the graph. Okay, and here I have taken vapor pressure and here I have taken temperature. Okay, അപ്പോൾ ഇവിടെ നേരത്തെ ഇത് ഫ്രീസിംഗ് പോയിന്റ് ആണ്. അപ്പോൾ നേരത്തെ ബോയിലിംഗ് പോയിന്റിന് നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബോയിലിംഗ് പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ 1 atm വൈ ആക്സിസിൽ എടുത്തിട്ടാണ് നമ്മൾ എക്സ് ആക്സിസിൽ TBയും D0B എഴുതിയത്. ആൻഡ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്? ഫ്രീസിംഗ് പോയിന്റിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. അറ്റ് ഫ്രീസിംഗ് പോയിന്റ് ദ സോളിഡ് ഫേസ് ആൻഡ് ലിക്വിഡ് ഫേസ് ആർ ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, എന്ന് വെച്ചാൽ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ഫേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് ഫേസ്. എന്ന് വെച്ചാൽ സോളിഡ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ്, അല്ലെങ്കിൽ ലിക്വിഡ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സോളിഡ്. ഈ ടെമ്പറേച്ചറാണ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് 273 കെൽവിനിൽ ഐസും വാട്ടറും എക്സിസ്റ്റ് ചെയ്യും. അത് 273ൻ്റെ താഴേക്കാണെങ്കിൽ ദാറ്റ് വിൽ ബി സോളിഡ് ഫേസ്, 273ൻ്റെ മേലേക്കാണെങ്കിൽ ദാറ്റ് വിൽ ബി ലിക്വിഡ് ഫേസ്. ഓക്കെ, സോ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ഫേസ് ആൻഡ് ലിക്വിഡ് ഫേസ് ആർ ഇൻ ഇക്വിലിബ്രിയം അറ്റ് എ പെർട്ടിക്കുലർ പ്രഷർ. ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ പ്രഷർ മാറുന്നതിനനുസരിച്ച് മാറാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇപ്പോൾ സപ്പോസ് നമുക്ക് നേരത്തെ ഒരു ലിക്വിഡ് ഫേസ് ഉണ്ടായിരുന്നു. സപ്പോസ് ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ സോൾവെൻറ്റ്. എക്സ്ക്യൂസ് മീ, ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ സോൾവെൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ സൊല്യൂഷൻ. അപ്പോൾ നമുക്കതിനെ മാർക്ക് ചെയ്യാം സോൾവെൻറ്റ്. ഇങ്ങനെയായിരുന്നു നമുക്ക് ഗ്രാഫ് ഉണ്ടായിരുന്നു സോൾവെൻറ്റ്. ദിസ് ഈസ് സൊല്യൂഷൻ. നന്നായിട്ട് ശ്രദ്ധിക്കണേ, ഗ്രാഫ് ഈസ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് സൊല്യൂഷൻ. എൻ്റെ കയ്യിലൊരു സോൾവെൻ്റ് ഉണ്ട്. സൊല്യൂഷൻ്റെ കാര്യം ഞാൻ അവിടെ വിട്ടു, നമുക്കത് പിന്നീട് നോക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എൻ്റെ കയ്യിലൊരു ഐസ് ഉണ്ട്. ആ ഐസിനെ ഞാൻ ഹീറ്റ് ചെയ്യണം. അപ്പോൾ അത് മെൽറ്റ് ചെയ്യും. അപ്പോൾ
സോളിഡിനകത്ത് വേപ്പർ പ്രഷർ വെരി വെരി ലോ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ, കാരണം വേപ്പേഴ്സ് ഇല്ല. പക്ഷേ സോളിഡിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറിന് എന്താ സംഭവിക്കുക? സോളിഡ് ആണെങ്കിലും അതിൻ്റെ വേപ്പർ പ്രഷറിന് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട്, കാരണം ദ സോളിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ലിക്വിഡ്. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു സോളിഡ് ഉണ്ടെങ്കിൽ ആ സോളിഡിൻ്റെ വേപ്പർ പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും സോൾവെൻ്റ് ആണ്. ദിസ് ഈസ് ഓൾസോ സോൾവെൻ്റ് ആണ്. പക്ഷേ ആ സോൾവെൻ്റ് ഐസാണ് ഞാൻ എടുത്തത്. സോ ദാറ്റ് ഈസ് സോളിഡ് സോൾവെൻറ്റ്. ആ സോളിഡ് സോൾവെൻറ്റ് ഈ ഏരിയയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ലിക്വിഡ് സോൾവെൻ്റ് ആണ്. ഞാൻ അങ്ങനെ അതിനെ ക്ലാസിഫൈ ചെയ്തു, രണ്ട് ഏരിയ ആക്കിയിട്ട്. എൻ്റെ കയ്യിൽ ഐസ് ഉണ്ട്. സപ്പോസ് ദിസ് ഇസ് ഐസ്. സോളിഡ് സോൾവെൻറ്റ് ഈസ് ഐസ്. ഓക്കെ, സോളിഡ് സോൾവെൻ്റ് ഐസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഐസ് ഇവിടെ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് മെൽറ്റ് ചെയ്തു. ആ മെൽറ്റ് ചെയ്തിട്ട് അത് ലിക്വിഡ് സോൾവെൻറ്റ് എന്ന് വെച്ചാൽ വാട്ടറായിട്ട് മാറി. ഓക്കെ, ഇനി ഫോർഗെറ്റ് അബൌട്ട് ദിസ് ഏരിയ. ഈ ഏരിയ മറക്കുക. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ലിക്വിഡ് സോൾവെൻ്റ് ആണ്. ആ ലിക്വിഡ് സോൾവെൻറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. ആ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഞാൻ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഇവിടെ ഒരു പ്രഷറുണ്ട്, ഇവിടെ ഒരു ടെമ്പറേച്ചറുണ്ട്. ഈ ടെമ്പറേച്ചറിൽ വെച്ചിട്ടല്ലേ ഇത് എന്ത് ചെയ്തത്? മെൽറ്റ് ചെയ്തത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഇങ്ങോട്ട് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ ഡിക്രീസ് ചെയ്തിട്ട് ഇവിടെ ഐസായി, അവിടെ നിന്ന് അങ്ങോട്ട് ഐസാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇവിടുന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഐസ് എന്തായി? വാട്ടറായി. അപ്പോൾ ആ ടെമ്പറേച്ചറാണ് T0F. വാട്ട് ഈസ് T0F? T0F ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് വാട്ടർ. ഫോർ എക്സാമ്പിൾ വാട്ടറാണ് ഫ്രീസിംഗ് പോയിന്റ്. അത് നമ്മളിപ്പോൾ വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഈ T0F 273 Kelvin 0 degree Celsius ആണ്. അങ്ങനെയുള്ള ആ ഐസ് ഇവിടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡായി. ഇനി ആ ലിക്വിഡ് ഇനി ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം നന്നായിട്ട്, എന്നാലേ മനസ്സിലാവുള്ളൂ. ലിക്വിഡ് ലെറ്റ്സ് ടേക്ക് അതർ കളർ. ഇതെടുത്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് ലിക്വിഡ് സോൾവെൻ്റ് ആണ്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ അത് സൊല്യൂഷൻ ഉണ്ടാക്കി. ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഇങ്ങോട്ട് കുറയാണ്, കാരണം എന്താ? ടെമ്പറേച്ചർ ഇങ്ങോട്ട് കുറക്കുന്നു. ആൻഡ് ഇഫ് ഐ എക്സ്ട്രാപൊളേറ്റ് ദിസ് ടു ഹിയർ, ഇങ്ങോട്ടേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്താൽ അത് ഇവിടെയാണ് ജോയിൻ ചെയ്യാം. അത് ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് കിട്ടുക. അപ്പോൾ ആ പോയിന്റിൽ ഇതിന് സൊല്യൂഷനകത്തൊരു സോൾവെൻ്റ് ഉണ്ട്. ആ സോൾവെൻ്റ് ആണ് ഫ്രീസ് ചെയ്യാൻ പോകുന്നത്. അതേ സോൾവെൻ്റ് തന്നെ ഇവിടെ സോളിഡ് സ്റ്റേറ്റിലാണ്. ഈ ഏരിയയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു കർവ് ഉണ്ട് അല്ലേ? ഒരു ചെറിയ കർവ് ഉണ്ട് ഇവിടെ. ഐ ക്യാൻ റെപ്രസെൻറ്റ് ബൈ യൂസിങ് എ ഗ്രീൻ കളർ. ഇവിടെ ഒരു ചെറിയ കർവുണ്ട്. ആ കർവിന് ശേഷം അവിടെ ഈ സൊല്യൂഷനകത്തുള്ള സോൾവെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് അതേ സോൾവെൻ്റ് ഉണ്ട്. ആ സോൾവെൻറ്റും ഈ സോൾവെൻറ്റും, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള സോൾവെൻറ്റും അവിടെ നിന്ന് അങ്ങോട്ട് ആ സോൾവെൻറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കർവ് ഇവിടെയല്ലേ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് TF. ദാറ്റ് ഈസ് എ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. കാരണം എന്താ? അവിടെ ഇതിനകത്തുള്ള സോൾവെൻറ്റിൻ്റെ ലിക്വിഡ് ഫേസും അതേ സോൾവെൻറ്റിൻ്റെ തന്നെ സോളിഡ് ഫേസും തമ്മിൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ആ ഇക്വിലിബ്രിയത്തിലായപ്പോൾ നിങ്ങൾ നോക്ക്, രണ്ടിനും ഒരേ വേപ്പർ പ്രഷറാണ്. ഇത് ഇക്വിലിബ്രിയത്തിലായപ്പോൾ ഇവിടെ രണ്ടിനും ഒരേ വേപ്പർ പ്രഷർ. ആൻഡ് ദാറ്റ് ഈസ് TF. വാട്ട് ഈസ് TF? TF ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ഇനി നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ഇവിടെ ഈ പോയിന്റ്, അതായത് ഈ രണ്ട് ഫേസും ഇക്വിലിബ്രിയത്തിലാവുന്ന പോയിന്റ്, ഈ രണ്ട് ഫേസും ഇക്വിലിബ്രിയത്തിലാവുന്ന പോയിന്റ്, ഇവിടെ സൊല്യൂഷൻ്റെ കാര്യത്തിൽ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഇക്വിലിബ്രിയത്തിലാവുന്ന പോയിന്റ്, രണ്ടുമാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ദ ഡിഫറൻസ് ഈസ്, ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. അവിടെ എഴുതിയാൽ കാണില്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് ഇതാണ്. ദാറ്റ് ഈസ് ΔTF, ദ ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഇവിടെ വലിയ വാല്യൂ അതാ T0F ആണ്. നേരത്തെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആയിരുന്നു, അപ്പോൾ കൂടിയ TB ആയിരുന്നു വലുത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്സ്ട്രാക്ട് ചെയ്യുക. T0F minus TF. Delta TB is equal to TB minus T0B. This is delta TF is equal to T0F minus TF. And this is called depression in freezing point. Depression in freezing point. Depression in freezing point. Like elevation in boiling point, depression in freezing point is also a colligative property. That means that does not depends on the nature of the solute, that only depends on the number of solute only. Okay, that only depends on number of solute particles. Okay, so freezing point. Appo what is depression in freezing point in the descriptive question il choichal, when a non volatile solute is added to a volatile solvent, its vapor pressure decreases, as a result
its freezing point also decreases. Boiling point increase ചെയ്യാണ്, freezing point decrease ചെയ്യാണ്, and that is called depression in freezing point, and delta TF is equal to T0F minus TF. നേരത്തെ നമ്മൾ ഡെൽറ്റ ടി ബി എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു. പിന്നീടാണ് നമ്മൾ NCERT-യിലുള്ള ഡെറിവേഷൻസ് ചെയ്തത് ഗ്രാഫ് എടുത്തിട്ട്. അതേപോലെ ഡെൽറ്റ ടി എഫ് നമുക്ക് പിന്നെ മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ ദ ഗ്രാഫ്. ഇവിടെ ഞാൻ ഒരു സോൾവെൻ്റ്, നേരത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു, ഒരു സോൾവെൻ്റ് 2 സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കർവുകളുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ CE ഉണ്ട്, അതേപോലെ BE ഉണ്ട്. ഇവിടെ ഉണ്ടാവും CE എന്ന് പറയുന്നതുണ്ട്, BE എന്ന് പറയുന്നതുണ്ട്. ഇതിൻ്റെ ഒരു ഹാഫ് വേ ഉണ്ട് CF എന്ന് പറയുന്നത്. ഓക്കെ, CF ഈ പോയിന്റ് നമുക്ക് F എന്ന് കൊടുക്കാം. അതേപോലെ ഒരു BD ഉണ്ട്, BD. അതേപോലെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? BE ഡിവൈഡ് BE ഇസ് ദ ടോട്ടൽ. BE ഡിവൈഡഡ് ബൈ BD is equal to CE ഡിവൈഡഡ് ബൈ CF. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സൊല്യൂഷൻ എടുത്തു എന്നേ ഉള്ളൂ. BE ഡിവൈഡഡ് ബൈ BD is equal to CE ഡിവൈഡഡ് ബൈ CF. ഓക്കെ, അപ്പോൾ ആ BE എന്താണ്? BE is P2 minus P0 divided by P2 minus P0. പിന്നെന്താ? BD P1 minus P0. P1 minus P0 is equal to CE. What is CE? T0 minus T2. ഞാൻ വലുതെന്ന് ചെറുത് സബ്സ്ട്രാക്ട് ചെയ്യാം. T0 minus T2. And this is T0 minus T1. That is CF. CF എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് ആണ്. CE എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് ആണ്. And that is delta P2 divided by delta P1 is equal to delta T2 divided by delta T1. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ P is directly proportional to delta T. ഇവിടുത്തെ ഡെൽറ്റ T എന്താ? ഡെൽറ്റ TF ആണെന്ന് മാത്രം. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഡെൽറ്റ P is proportional to W2 divided by M2 W1. നേരത്തെ പ്രൂവ് ചെയ്ത ഓർമ്മല്ലേ? എന്ന് വെച്ചാൽ ഡെൽറ്റ P is proportional to molality. Therefore, delta TF is proportional to molality എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. For dilute solutions, especially for dilute solution, delta TF is proportional to molality. That is we calculated from this graph. Okay, depression in freezing point in the graph. Okay, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സോളിഡ് ആണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ലിക്വിഡ് സോൾവെൻ്റ് ആണ്. ഇത് സൊല്യൂഷൻ, ഇവിടെ അത് ഇക്വിലിബ്രിയത്തിലായി. ഇത് സൊല്യൂഷൻ 2, അത് ഇവിടെ ഇക്വിലിബ്രിയത്തിലായി. അപ്പോൾ ഓരോ കറസ്പോണ്ടിങ് ഫ്രീസിങ് പോയിൻറ്റ്സും ഉണ്ട്. അതിന് ജനറലി ഡെൽറ്റ TF എന്ന് കൊടുത്തു. ആൻഡ് ഇത് നമ്മൾ നേരത്തെ ഡെൽറ്റ Pൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി. നമ്മൾ നേരത്തെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ആൻഡ് ഇഫ് യു ഹാവ് ഡൗട്ട്, യു ഗോ ബാക്ക് ടു എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡെറിവേഷൻ ഓഫ് ദിസ് ഏരിയ ഇൻ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ആൻഡ് യു വിൽ ഗെറ്റ് ഡെൽറ്റ TF ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് കിട്ടും. സോ നമുക്കിനി ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഡെൽറ്റ TF ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ഡെൽറ്റ TF ഈസ് depression in freezing point. That is delta TF is proportional to small letter m, and delta TF is equal to a constant KF. നേരത്തെ KB ആയിരുന്നു, into m. അപ്പോൾ നമുക്ക് മൊളാലിറ്റീനെ എന്ത് ചെയ്യാം? ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഡെൽറ്റ TF is equal to KF into m. മൊളാലിറ്റീനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് what is KF? Like KB, it's also a constant. നേരത്തെ എന്തായിരുന്നു? നിങ്ങൾക്ക് ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് ആയിരുന്നു, and this is freezing point depression constant. Freezing point depression constant. Freezing point depression constant. Freezing point depression constant. മറ്റേത് മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് ആയിരുന്നു, and this is മോളാൽ depression constant. മോളാൽ depression constant. മോളാൽ depression constant. And this is മറ്റേത് ബുല്യോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആയിരുന്നു, and this is cryoscopic constant. Cryoscopic. Cryoscopy is a term related to low temperature. Cryosurgery ഒക്കെ ഉണ്ട്. That is surgery at low temperature. Cryoscopic constant. Cryogenic agents. Cooling agent. Okay.
അതായത് നേരത്തെ ബുല്ലിയോസ്കോപ്പി, ഇവിടെ ക്രയോസ്കോപ്പി. ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷനെ പറയുന്ന പേര് ക്രയോസ്കോപ്പി എന്നാണ്. ഓക്കെ, അപ്പോൾ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ആൻഡ് ലൈക്ക് ഇതും ടെമ്പറേച്ചറാണ്, ഫ്രീസിങ് പോയിൻറ്റും ടെമ്പറേച്ചറാണ്, ബോയിലിംഗ് പോയിൻറ്റും ടെമ്പറേച്ചറാണ്. അപ്പോൾ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കോൺസ്റ്റൻസും എന്ത് തന്നെ ആയിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. സോ ദിസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നേച്ചർ ഓഫ് സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ നേച്ചറിനെ മാത്രമേ ഇതെന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കെ എഫ്? കെ എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ഡിവൈഡഡ് ബൈ m. Delta TF is unit is Kelvin and mole per kilogram. So what you will get? Kelvin kilogram mole inverse എന്ന് കിട്ടും. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്. കെബിനും കെഎഫിനും കോൺസ്റ്റന്റ് സെയിം ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കെൽവിൻ മൊളാലിറ്റി, മൊളാൽ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഇക്വേഷൻ ഓഫ് കെഎഫ്. Equation of KF. The delta TF KF നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇക്വേഷൻ, ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ ടു KF is equal to R into T0 F square. നേരത്തെ T0 B square ആയിരുന്നു. And 1000 LF. What is LF? LF is latent heat of fusion. നേരത്തെ ഡിഫൈൻ ചെയ്ത സെയിം സംഗതി, പക്ഷേ ഇവിടെ എന്താണ്? Melting and freezing ആണ്. That is called latent heat of fusion. We define that is in calorie per gram അല്ലെങ്കിൽ joule per gram. Okay, അല്ലെങ്കിൽ കിലോ കലോറി പെർ കിലോഗ്രാം നേരത്തെ ഡിഫൈൻ ചെയ്തതാണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ ദിസ് an equation. And LF is equal to delta H of fusion divided by M1. Delta H of fusion divided by M1. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നേരത്തെ സിമിലർ ആയതുകൊണ്ട് ഞാനൊരു സ്റ്റെപ്പ് കട്ട് ചെയ്യാണ്. M1, that is delta M1 into R T0 F square divided by 1000 എന്താ വരിക? 1000 into delta H of fusion. This is also an equation. And let's look what is the value of KF for water. KB of water എന്തായിരുന്നു? KB of water എന്ന് പറയുന്നത് നമുക്ക് 0.52 ആണ് കിട്ടിയത്, സെയിം യൂണിറ്റ്. അപ്പോൾ for water, for H2O, you know T0F is equal to, നേരത്തെ T0B 373, this is 273.15 Kelvin. 273.15 Kelvin is 0 degree Celsius. And LF is equal to 80 calorie per gram. 80 calorie per gram. If we substitute this, KF is equal to, R ന്റെ വാല്യൂ എത്ര? 2 ആണ്. 2 into 273, let's take 273 square divided by 1000. Why 1000? Because that is in gram. 1000 into 80 and you will get 1.86. And the unit and the Kelvin kilogram mole inverse. Kelvin kilogram mole inverse is the value of KF for water. Okay, about KF is a constant for water. വാട്ടറിൻ്റെതായതുകൊണ്ട് ഇറ്റ്സ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അതുകൊണ്ട് നിങ്ങളത് ബൈ ഹാർട്ട് പഠിക്കണം, KB-യും KF-ഉം. സോ ദിസ് ഇസ് KF. അപ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം കൂടെ അവിടെ എന്തുണ്ട്, നമുക്ക് പെൻഡിങ് ഉണ്ട്. ദാറ്റ് ഈസ് മോളിക്കുലാർ വെയ്റ്റ് കാൽക്കുലേഷൻ ആണ്. മോളിക്കുലാർ വെയ്റ്റ് കാൽക്കുലേഷൻ ഫ്രം ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ് ഈസ് വെരി സിമിലർ ടു എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. കാരണം ഫ്രീസിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും രണ്ടും ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് സെയിം ആണ്. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? നമുക്ക് ഏതായാലും ഡിറൈവ് ചെയ്യാം. ഡെൽറ്റ TF is equal to KF into molality ആണ് ദിസ് ഇക്വേഷൻ. ആൻഡ് ലെറ്റ്സ് KF നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഡെൽറ്റ TF is equal to KF into N2, number of moles of solute, divided by mass of solvent. That should be expressed in kilogram, 10⁻³ അത് മേലേക്ക് പോകും. അപ്പോൾ 1000 മേലേക്ക് പോയി. KF N2ന് എന്ത് ചെയ്യാം? W2 divided by M2 divided by W1. M2 ഇങ്ങോട്ടേക്ക് വരാം അല്ലേ, മറ്റേത് അങ്ങോട്ട് പോകും, എങ്ങനെ പറഞ്ഞാലും മതി. സോ ഫൈനലി വിൽ ഗെറ്റ് ഡെൽറ്റ TF is equal to സിമിലർ ഇക്വേഷൻ 1000 KF W2 divided by M2 into W1 is the equation for calculating delta TF. And if we are taking M2, rearranging the equation, molecular weight of solute is equal to, that's equal to 1000 KF
W2 divided by delta TF into W1. You should know what is W2, what is W1. All the 2's are solute and all the 1's are solvent. W's are mass and M's are molar mass. Okay. അപ്പോൾ നേരത്തെ KFന് നേരത്തെ KBക്ക് പകരം ഇവിടെ KF ആണ്, ഡെൽറ്റ TBക്ക് പകരം ഡെൽറ്റ TF ആണെന്നേ ഉള്ളൂ. വെരി സിമിലർ ഇക്വേഷൻ ആണ്. സോ ദിസ് ഈസ് മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻ ഫ്രം ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. നേരത്തെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടൊരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് എക്സ്പെരിമെൻ്റൽ ടെക്നിക്. എക്സ്പെരിമെൻ്റലി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അത് നമ്മുടെ സിലബസിലില്ല, പക്ഷേ അതിൻ്റെ പേര് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ ടെക്നിക്കിൽ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിന് അത് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് ലാൻസ്, ജസ്റ്റ് മെത്തേഡിൻ്റെ പേര് പഠിച്ചാൽ മതി. ലാൻസ്ബർഗർ മെത്തേഡ്. ഓക്കെ. ഇത് രണ്ടാമത്തേതാണ്. മൂന്നാമത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്. മറ്റേത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Depression in freezing point. And there is two methods. One important method is Beckman method and Rast method. പേരുകൾ ഒബ്ജക്റ്റീവിൽ വരുമ്പോൾ അത് ഓർത്താൽ മതി. ബെക്മാൻ മെത്തേഡ് ദിസ് ഓൺലി ഫോർ എൻട്രൻസ്. ലാൻസ്ബർഗ് നിങ്ങൾ NCERT ഇത് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ലാൻസ്ബർഗ് മെത്തേഡ് അത്രയും ഡെപ്തിൽ പഠിക്കുമ്പോൾ, ആൻഡ് ഹിയർ ബെക്മാൻ മെത്തേഡ് ആൻഡ് റാസ്റ്റ് മെത്തേഡ് രണ്ടും യൂസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് colligative property, that is osmotic pressure. And the last colligative property is osmotic pressure. Before going to the topic, we should know what is osmosis. ഇവിടെ ഞാനൊരു കണ്ടെയ്നറിനകത്ത് I have taken water. ഇവിടെ അതിനകത്തൊരു കണ്ടെയ്നർ ഉണ്ട്. അതിനകത്ത് ഞാൻ ഷുഗർ സൊല്യൂഷൻ. ഈ രണ്ട് സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. ഓക്കെ. ലെറ്റ്സ് കോൾ ഇറ്റ് ഈസ് SPM, സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇവിടെ ഒരു ട്യൂബുണ്ട്. അപ്പോൾ ഇവിടെ ഷുഗർ സൊല്യൂഷൻ ഈ ട്യൂബിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാട്ടറിനകത്ത് സൊല്യൂട്ട് 0%, ഷുഗറിനകത്ത് സൊല്യൂട്ട് ഉണ്ട്. അതായത് കോൺസെൻട്രേഷൻ ഈസ് ഹയർ. നമ്മൾ ഈ സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷനും ഈ വാട്ടറും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റി ഇതിലില്ല, 0 ആണ്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയും ഇത് ഹൈ കോൺസെൻട്രേഷൻ ആണ്. ബിക്കോസ് കോൺസെൻട്രേഷൻ, നമ്മൾ ഇൻ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ അതിൽ സൊല്യൂട്ട് ഉള്ളത് ഹൈ കോൺസെൻട്രേഷൻ ആണ്, വെരി ലോ കോൺസെൻട്രേഷൻ ആണ്. എന്ന് വെച്ചാൽ സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റി 0 ആണ്, ലോ കോൺസെൻട്രേഷൻ. ഇനി ഇവിടെ വാട്ടറിനകത്ത് കുറച്ച് ഷുഗർ ഉണ്ടെങ്കിലും ഇതേ ഫിനോമിനോൺ തന്നെയാണ് നടക്കുക. സോ ഇവിടെ ഞാൻ പ്യുവർ വാട്ടറാണ് എടുത്തത്. അപ്പോൾ ഇവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ വാട്ടർ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് പാസ് ചെയ്യും. ദാറ്റ് ഫ്ലോ ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. നമ്മൾ ബയോളജിയിൽ ഡെഫിനിഷൻ നേരെ തിരിച്ചായിരിക്കും പഠിച്ചത്. പക്ഷെ അവിടെ സൊല്യൂട്ട് ഇല്ല. ദാറ്റ് ഈസ് ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ടു ലോവർ വാട്ടർ കോൺസെൻട്രേഷൻ. ഇവിടെ രണ്ട് സോൾവെൻറ്റ്. അപ്പോൾ വാട്ടർ കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക്. ഇവിടെ അങ്ങനെ തന്നെയാണ്. വാട്ടർ 100% ഉള്ളിടത്തേക്ക് നിന്ന് വാട്ടർ കുറവുള്ളിടത്തേക്ക് തന്നെയാണ്. പക്ഷേ നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത് സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ സൊല്യൂട്ട് കുറവുള്ളിടത്തുനിന്ന് സൊല്യൂട്ട് കൂടുതലുള്ളിടത്തേക്ക്, അല്ലെങ്കിൽ വാട്ടർ കൂടുതലുള്ളിടത്തുനിന്ന് വാട്ടർ കുറവുള്ളിടത്തേക്ക്, സൊല്യൂട്ട് കുറവുള്ളിടത്തുനിന്ന് സൊല്യൂട്ട് കൂടുതലുള്ളിടത്തേക്ക്. ഓക്കെ. വാട്ടർ കൂടുതലുള്ളിടത്തുനിന്ന് വാട്ടർ കുറവുള്ളിടത്തേക്ക്. സിംപ്ലി ഫ്രം in terms of concentration, the flow of solvent molecules, osmosis is defined as the flow of spontaneous without the aid of any external agency. നമ്മളൊന്നും ചെയ്യുന്നില്ല, പുഷ് ചെയ്യുന്നില്ല, എനർജി കൊടുക്കുന്നില്ല. The spontaneous flow, you just note the definition, the spontaneous flow of solvent molecule from lower concentration to higher concentration is called osmosis. അങ്ങനെ ഓസ്മോസിസ് നടന്നിട്ട് ഇവിടെ വാട്ടർ, ഈ സൊല്യൂഷൻ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ സോൾവെൻറ്റ് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സോൾവെൻറ്റ് ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ട്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ.
വാട്ടർ കോളം എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ആ ഒരു പെർട്ടിക്കുലർ പ്രഷറിലെത്തുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴാണ് പെർട്ടിക്കുലർ പ്രഷറിലെത്തുക? ഇവിടുന്ന് വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലെവൽ വാട്ടർ എത്തുമ്പോൾ ഓൾമോസ്റ്റ് രണ്ടും ഒരേ കോൺസെൻട്രേഷൻ എത്തുമ്പോൾ ഈ കോളത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രഷറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഒരു ഡെഫിനിഷനാണ്. അടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്, വെരി സിമ്പിൾ ഡെഫിനിഷൻ. ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സൊല്യൂഷൻ സൈഡ്. ഇതാണ് സൊല്യൂഷൻ സൈഡ്. ഓക്കെ, ദിസ് ഈസ് ദ സൊല്യൂഷൻ സൈഡ്. ഇത് സോൾവെൻ്റ് ആണ്. ഇത് സൊല്യൂഷൻ, ഇത് പ്യുവർ സോൾവെന്റ്. ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് ദ ഓസ്മോട്ടിക് ഫ്ലോ. അങ്ങനെ പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഫ്ലോ നിൽക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോസിസ്. മനസ്സിലാവുന്നുണ്ടോ? ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ solution side to stop the osmotic flow. That means to stop the flow of solvent molecule through semi-permeable membrane is called osmotic pressure. And so what is osmosis? The spontaneous flow of solvent molecule from lower concentration to higher concentration is called osmosis. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഫിഗർ കൂടി വരക്കാം. ഓക്കെ, ആൻഡ് we are taking a container like this, and this is separated by a semi-permeable membrane. Let's call it is SPM. ഞാനിവിടെ പ്യുവർ വാട്ടർ എടുക്കുന്നു. പ്യുവർ വാട്ടർ ഇവിടെ സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷനാണ്. എന്നിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നും ബൈ ദ ഡെഫിനിഷൻ ദിസ് ഈസ് ലോ കോൺസെൻട്രേഷൻ. മാറിപ്പോണ്ട, ലോ കോൺസെൻട്രേഷൻ കാരണം വാട്ടർ മാത്രമേ ഉള്ളൂ. ഇത് ഹൈ കോൺസെൻട്രേഷൻ കാരണം അവിടെ സൊല്യൂട്ട് ഉണ്ട്, കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ എന്താണ് ഓസ്മോസിസ്? സിംപ്ലി ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ നിന്നും ലോ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷനിലേക്കുള്ള ഫ്ലോ ആണ്. ഇതാണ് ഓസ്മോസിസ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അതിങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി അതല്ല, നമ്മളിവിടുന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ആ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഇവിടുന്ന് ഒരു പ്രഷർ ഇവിടുന്ന് ഇങ്ങോട്ട് സൊല്യൂഷൻ സൈഡിലാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, അവിടുന്ന് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്ലോ കുറേശ്ശെ കുറയും. അറ്റ് എ പെർട്ടിക്കുലർ പ്രഷർ, നമ്മളൊരു പ്രത്യേക പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ പ്രഷറിനെ നമ്മൾ പറയാം പൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. പി അല്ല, പൈ ആണ്. ആൻഡ് പൈ ഈസ് ദ സിംബൽ ഫോർ ഓസ്മോട്ടിക് പ്രഷർ. ആ ഒരു പൈ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഒരു പ്രഷർ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് ആദ്യം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അവിടുന്ന് പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഇവിടെ ഫ്ലോ കുറയുന്നു, ഒരു പെർട്ടിക്കുലർ പ്രഷർ എത്തുമ്പോൾ ഈ ഫ്ലോ അങ്ങ് നിന്നു. ഈ ഫ്ലോ നിന്നു എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഫ്ലോ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഒരു പ്രഷർ എത്തി. ആ പ്രഷറിനെ പറയുന്ന പേരാണ് എന്ത്? ദാറ്റ് പ്രഷർ ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് ദ ഓസ്മോട്ടിക് ഫ്ലോ. അല്ലെങ്കിൽ പറയാം ഇറ്റ് ഈസ് എ പ്രഷർ അപ്ലൈഡ്, നമ്മൾ കൊടുക്കുന്ന പ്രഷർ അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് ഓസ്മോട്ടിക് ഫ്ലോ. സോ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ പ്രഷർ അപ്ലൈഡ് ടു സ്റ്റോപ്പ് ദ ഓസ്മോട്ടിക് ഫ്ലോ. അപ്പോൾ ഓസ്മോട്ടിക് ഫ്ലോ നിൽക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രഷറാണ് പൈ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രഷർ അതായത് ആദ്യം അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, പ്രഷർ കൊടുക്കുന്നു, ഫ്ലോ സ്ലോ ഡൗൺ ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ ഫ്ലോ നിൽക്കുന്നു, ഓസ്മോട്ടിക് ഫ്ലോ നിൽക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഡെറിവേഷൻസ്, മാത്തമാറ്റിക്കൽ സൈഡ്. ഓക്കെ, വാൻ ഹോഫ്സ് തിയറി ഈസ് ആക്ച്വലി ദാറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ. രണ്ടും കൂടി കമ്പൈൻ ചെയ്തതാണ്. ബോയിൽസ് ലോയും ചാൾസ് ലോയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ബോയിൽസ് ലോ? ബോയിൽസ് ലോ ഈസ് pressure is inversely proportional to volume. If the number of moles is constant, അല്ലെങ്കിൽ if the number of moles is 1, number of moles by volume എന്ന molarity ആണ്, കോൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ട് അതായത് ഒരു മോളാണെങ്കിൽ 1 by വോള്യം,
molarity ആണ് അല്ലേ, number of moles 1 divided by volume of solution in liter. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, pressure is directly proportional to concentration എന്ന് ജനറൽ ചെയ്താം. കാരണം molarity is a term used to express the concentration. ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് Boyle's law. Pressure is directly proportional to concentration. So from Boyle's law, Van Hoff derived an equation. If P directly proportional to C ആണെങ്കിൽ pi also directly proportional to C. Pi also directly proportional to C. Pi is osmotic pressure, മറ്റേത് pressure of gas. Okay, അപ്പോൾ that is called Boyle-Van Hoff equation. Boyle-Van Hoff equation. Boyle-Van Hoff equation is pi is directly proportional to concentration. Pi is directly proportional to concentration. Okay. അപ്പോൾ ഇതേപോലെ ചാൾസ് ലോയിൽ നിന്നും he derived an equation and that is Charles-Van Hoff equation. Charles-Van Hoff equation. And that is pi is directly proportional to temperature. Pi is, അതെവിടുന്നാ കിട്ടിയത്? ചാൾസ് ലോ എന്താണ്? ചാൾസ് ലോ, you should know this. Charles law, pressure is directly proportional to temperature at constant volume and number of moles. Similarly, pi is also directly proportional to temperature. അതാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ വാൻ ഹോഫ് എന്ത് ചെയ്തു? ഇതിനെ രണ്ടിനെയും കൂടി അങ്ങോട്ട് കമ്പൈൻ ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് വാൻ ഹോഫ് ഇക്വേഷൻ. രണ്ടുപേരും ഒഴിവാക്കി. വാൻ ഹോഫ് ഇക്വേഷൻ പ്രകാരം pi proportional to CO ആണ്, pi proportional to TO ആണ്. ഓക്കെ, സോ pi is equal to C into R into T. അത് ശരിക്കും ഇങ്ങനെയാണ്, എ കോൺസ്റ്റൻറ്റ് R into CT. R is universal gas constant. അതിന് പല വാല്യൂസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാൻഡിൽ ചെയ്യാനുള്ള സുഖത്തിന് നമുക്ക് എന്ത് ചെയ്യാം, pi is equal to, let's call it is CRT. This is the equation to find out. R is constant, temperature is constant. This is calculating at constant temperature. And C, concentration proportional ആണ്. Osmotic pressure concentration കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടും. So pi is equal to CRT. That is the equation to calculate the osmotic pressure. നമ്മളിവിടെ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ NCERT-യിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പൈ ഇസിക്കൽ ടു CRT, ഈ ഡെറിവേഷൻ ഇല്ല. അപ്പോൾ ആറിന് പകരം നിങ്ങൾക്ക് R is equal to S ആണ്. S is called solution constant. കാരണം ഇത് ഗ്യാസ് അല്ലല്ലോ, ഇതൊരു സൊല്യൂഷനാണ്. അപ്പോൾ ചില ബുക്സിലൊക്കെ, ചില റെഫറൻസ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം പൈ ഈസ് ഈക്വൽ ടു CST എന്ന് കാണാം. സിമ്പലിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഗ്യാസിന് പകരം സൊല്യൂഷൻ ആക്കിയപ്പോൾ സിമ്പലിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് സെയിം ആണ്. എന്ന് വെച്ചാൽ ആറിൻ്റെ വാല്യൂ തന്നെയാണ് എസ്സിന്. അതുകൊണ്ട് അത് സെയിം ഇക്വേഷനാണ്. പൈ ഇസ് ഈക്വൽ ടു CST. അപ്പോൾ ഞാനിതിൻ്റെ ഫർദർ പൈ ഇസ് ഈക്വൽ ടു CRT തന്നെ NCERT-യിൽ യൂസ് ചെയ്തപോലെ യൂസ് ചെയ്യാണ്. നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തുടങ്ങിയാൽ മതി. പൈ ഇസ് ഈക്വൽ ടു CRT. കാരണം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡെറിവേഷനെ പറയുന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് ഗോഡ് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ. ഓക്കെ, സോ പൈ ഈസ് ഈക്വൽ ടു CRT. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കോൺസെൻട്രേഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊളാരിറ്റി എടുക്കുകയാണ്. സോ പൈ ഈസ് ഈക്വൽ ടു MRT എന്ന് എഴുതാം. വാട്ട് ഈസ് MRT? മൊളാരിറ്റി ഇൻറ്റു RT. മൊളാരിറ്റി ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പൈ ഈസ് ഈക്വൽ ടു MRT എന്ന് പറഞ്ഞാൽ ഐ ആം ഗോയിങ് ടു മോളിക്കുലാർ വെയ്റ്റ് കാൽക്കുലേഷൻ ഡയറക്ട്ലി. മോളിക്കുലാർ വെയ്റ്റ് കാൽക്കുലേഷനിൽ നമ്മൾ പൈ ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്, MRT. വാട്ട് ഈസ് മൊളാരിറ്റി? പൈ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻറ്റു RT. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് പരിചയമുള്ളൊരു ഫോമിലേക്ക് മാറ്റിത്തരാം. പൈ വി ഈസ് ഈക്വൽ ടു N2RT. നിങ്ങൾക്ക് ഓർമ്മയില്ല, PV ഈസ് ഈക്വൽ ടു NRT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഫോമിലേക്ക് N2 ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. പിക്ക് പകരം പൈ ഓസ്മോട്ടിക് പ്രഷർ. സോ അപ്പോൾ ഇക്വേഷൻ ഇവിടെ അപ്ലിക്കബിൾ ആണ്. പൈ വി ഈസ് ഈക്വൽ ടു N2RT. മോളിക്കുലാർ വെയ്റ്റ് കാൽക്കുലേഷൻ ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ, എന്താ നമുക്ക് കിട്ടിയത്? പൈ ഈസ് ഈക്വൽ ടു N2/V. അല്ലെങ്കിൽ ലാസ്റ്റ് കിട്ടിയത് എടുത്ത് എഴുതാം.
pi v is equal to എന്താ അത് ഇങ്ങോട്ട് എടുത്ത ഇതാണ് N2RT. N2 is W2 actual mass divided by molar mass into RT. Okay, so pi is equal to W2RT divided by M2 into V. This is the equation for osmotic pressure. അപ്പോൾ മോളാർ മാസും നമുക്ക് എന്ത് ചെയ്തു കിട്ടി? മോളാർ മാസ് കിട്ടി. എങ്ങനെ? മോളാർ മാസ് ഇസ് ഈക്വൽ ടു എന്താ? മോളാർ മാസ് M2 ഇസ് ഈക്വൽ ടു W2RT ഡിവൈഡഡ് ബൈ pi v. W2RT divided by pi v. This is the equation to calculate the molecular weight or molar weight of solute. നമുക്ക് ആക്ച്വൽ മാസ് ഓഫ് സൊല്യൂട്ടും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് അറിയാം, ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, ഓസ്മോട്ടിക് പ്രഷറും വോള്യവും തന്നാൽ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് ടേംസ് കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. ആസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ദിസ് സെഷൻ ഈസ് ഓവർ. ഓക്കെ, നമ്മൾ എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തു, എല്ലാത്തിനും മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷൻസും ഡിസ്കസ് ചെയ്തു, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിറൈവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ആൻഡ് സം ഓഫ് ദ ടേംസ്, വൺ ടേം ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഐസോട്ടോണിക്. നിങ്ങൾ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധമുള്ള 3-4 ടേംസ് ആണ്. ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക് and hypertonic. ഇപ്പോൾ isotonic, iso is a term used for same, isomer same unit, isotope, okay, isobar, isotherm same temperature, isotherm same temperature, isobar same pressure, isochore same volume, isotonic same concentration. When the concentration is same, pi is equal to CRT ആണ്. C same ആണെങ്കിൽ പൈയും സെയിം ആണ്. So that means pi 1 is equal to pi 2 എന്ന് അർത്ഥം. That means same osmotic pressure. Two solutions are isotonic means two solutions have same concentration and same osmotic pressure. Hypotonic, one solution is hypotonic എന്ന് വെച്ചാൽ that is having hypo is less, having low osmotic pressure, low concentration. Hypo ഏത് സൊല്യൂഷൻ ആണോ പറയുന്നത് അതിന് osmotic pressure relative to other is less. Hypertonic, higher one, higher osmotic pressure, അതാണ് hyper. ഓക്കെ, hypo താഴെ, ഹൈപ്പർ വലുത്. ഓക്കെ, മേലെ. അപ്പോൾ ലോ ഓസ്മോട്ടിക് പ്രഷർ, ഹൈ ഓസ്മോട്ടിക് പ്രഷർ, സെയിം ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് നമ്മളിപ്പോൾ ഇൻട്രാവാസ്കുലാർ ഇഞ്ചെക്ഷൻസ് എടുക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, മെഡിസിൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ബ്ലഡ്, ഐസോട്ടോണിക് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ നമ്മളുടെ ബോഡി ഫ്ലൂയിഡ് ബ്ലഡ് എന്ന് പറയുന്നത് 0.9% മാസ് ബൈ വോള്യം ഓഫ് NaCl-ന് ഐസോട്ടോണിക് ആണ്. 0.9% മാസ് ബൈ വോള്യം ഓഫ് NaCl-ന് ഐസോട്ടോണിക് ആണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ബ്ലഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ 0.9% മാസ് ബൈ വോള്യം NaCl-ന് ഐസോട്ടോണിക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഇൻട്രാവാസ്കുലാർ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലഡും മെഡിസിനും തമ്മിൽ ഐസോട്ടോണിക് ആയിരിക്കണം. അത് ഐസോട്ടോണിക് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. 0.9% NaCl യൂസ് ചെയ്തിട്ടാണ്. ഇത് ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആണ്. അപ്പോൾ ഇതുമായിട്ട് ഐസോട്ടോണിക് ആണെങ്കിൽ മെഡിസിനും ബ്ലഡുമായിട്ട് A is isotonic with B is isotonic with C, so A and C are isotonic എന്നുള്ള കാൽക്കുലേഷനിലാണ് നമ്മൾ മെഡിസിൻ എടുക്കുക. ഓക്കെ, ഐസോട്ടോണിക് അല്ല, സപ്പോസ് ഹൈപ്പോട്ടോണിക് ആണ് നമ്മളുടെ മെഡിസിൻ, നമ്മൾ ഇഞ്ചക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻ ഹൈപ്പോട്ടോണിക് ആണ്. അപ്പോൾ ബ്ലഡ് എന്താണ്? ഹൈപ്പർട്ടോണിക് ആണ്. അപ്പോൾ ബ്ലഡിന് കോൺസെൻട്രേഷൻ കൂടുതലും മെഡിസിന് കോൺസെൻട്രേഷൻ കുറവും. അപ്പോൾ എന്താ? ഓസ്മോസിസ് നടക്കും. കാരണം ബ്ലഡ് സെൽസ് അപ്പോൾ അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബ്ലഡ് സെൽസിനകത്ത് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഓക്കെ, എന്തായാലും വാട്ടർ കണ്ടന്റ് ഉണ്ടാവും, ലിക്വിഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ വരുന്ന ആൾക്ക് കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഓക്കെ, രണ്ടും പറയാം. ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള മെഡിസിനാണ് ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ വരുന്ന ആൾക്ക് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് അവിടെ ലിക്വിഡ് ഫ്ലോ ഉണ്ടാവും, ഓസ്മോസിസ് നടക്കും. എന്ന് വെച്ചാൽ ബ്ലഡ് സെല്ലുകളിൽ നിന്നും എന്ത് ചെയ്യും? ലിക്വിഡ് പുറത്തേക്ക് പോകും. എപ്പോൾ? പുറത്തുള്ള മെഡിസിൻ ഹൈപ്പർട്ടോണിക് ആകുമ്പോൾ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? there is a shrinkage of blood cell, shrink ചെയ്യും. ഇനി ഹൈപ്പോട്ടോണിക് ആണെങ്കിലോ ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടോണിക് മെഡിസിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലോ ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കുറഞ്ഞതുകൊണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യാം? കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തുനിന്ന് കൂടിയെടുത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്വെല്ലിംഗ് ഉണ്ടാവും, ഇത് സ്വെല്ല് ചെയ്യും. ഓക്കെ,
അപ്പോൾ അത് രണ്ടും ഉണ്ടാവരുത്. അപ്പോൾ ദാറ്റ് ഷുഡ് ബി ഐസോട്ടോണിക്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓവർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം കൂടിയുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു NCERT ടോപ്പിക്കാണ് റിവേഴ്സ് ഓസ്മോസിസ്, ഓസ്മോസിസിൻ്റെ റിവേഴ്സ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ആൻഡ് ദിസ് ഈസ് പ്യുവർ വാട്ടർ, okay, and here suppose it is salt solution or sugar solution. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ലോ കോൺസെൻട്രേഷൻ ആണ്, ഇത് ഹൈ കോൺസെൻട്രേഷൻ ആണ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. ആ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്ലോ എന്ത് ചെയ്യും, കുറേശ്ശെ കുറയും. അങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ലോ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷനിലേക്ക്. അപ്പോൾ കുറയും. പിന്നെ ആ പ്രഷർ ഇഫ് വെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ എന്നൊരു ഓസ്മോട്ടിക് പ്രഷർ ആകുമ്പോൾ ആ ഫ്ലോ നിൽക്കും. പിന്നെ നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ, ദാറ്റ് മീൻസ് വെൻ ദ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ആദ്യം അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, പ്രഷർ കൊടുക്കുന്നു, ഫ്ലോ കുറേശ്ശെ കുറയുന്നു, പിന്നെ ഫ്ലോ നിൽക്കുന്നു, പിന്നെയും പ്രഷർ കൂട്ടിയാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ദാറ്റ് മീൻസ് the direction of osmotic flow can be reversed by applying a pressure that is greater than the osmotic pressure on the solution side. എവിടെയോ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതിനങ്ങോട്ട് പ്രസ് ചെയ്യുക. സോ the direction of osmotic flow, the direction of osmosis or osmotic flow can be reversed by applying a pressure that is greater than osmotic pressure on the solution side, and that is called reverse osmosis. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. ഞാനിവിടെ എടുക്കുന്നത് സാൾട്ട് സൊല്യൂഷൻ, ഞാനിവിടെ എടുക്കുന്നത് സീ വാട്ടർ ആണെന്ന് വിചാരിച്ചു. അത് സാൾട്ട് സൊല്യൂഷൻ തന്നെയാണ്, സീ വാട്ടർ എടുത്തു. അപ്പോൾ സീ വാട്ടർ ഇവിടെ എടുത്തു, ഇവിടെ പ്യുവർ വാട്ടർ എടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പ്രഷർ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ അവിടെയുള്ള വാട്ടർ മൊത്തം ഇവിടേക്ക് എത്തും. എന്ന് വെച്ചാൽ സാൾട്ട് മാത്രമാവും. ഞാൻ ഈ റെഡ് കൊണ്ട് കാണിച്ചത് എന്താണ്, സാൾട്ട് സൊല്യൂഷനാണ്, സൊല്യൂട്ടും സോൾവൻറ്റും കൂടി ഒരുമിച്ച് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ മൊത്തം അവിടെ എത്തും, സാൾട്ട് അവിടെ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് സീ വാട്ടർ ആഡ് ചെയ്യും, വീണ്ടും പ്രഷർ അപ്ലൈ ചെയ്യും, അപ്പോൾ അവിടെയുള്ള വാട്ടർ ഇവിടെ എത്തും. ആ വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കൂടെ കളക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും, പ്യുവർ വാട്ടർ ആയിരിക്കും. അപ്പോൾ ആസ് എ റിസൾട്ട് വാട്ട് ഈസ് ഹാപ്പൻഡ്, ഇവിടെയുള്ള സീ വാട്ടർ എന്ത് ചെയ്തു, അതിനകത്തുള്ള സാൾട്ട് റിമൂവ് ചെയ്തിട്ട് പ്യുവർ വാട്ടർ ഇവിടേക്ക് കിട്ടുന്നു. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറാണ്. അപ്പോൾ നമ്മൾ സീ വാട്ടറിനെ നമ്മൾ സലൈൻ എന്ന് പറയാറുണ്ട്. സലൈൻ ഈ സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ഡീസാലിനേഷൻ. കാരണം സലൈൻ റിമൂവ് ചെയ്യാണ്. ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടറാണ്. ദിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. ഇത്രയേ ഉള്ളൂ. സാധാരണ ബോർഡ് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് മെൻഷൻ ഓർ സജസ്റ്റ് ഓർ ഡിഫൈൻ or give an application of reverse osmosis. Reverse osmosis എന്ന് വെച്ചാൽ എന്താ, the process of reversing the direction of osmosis by applying a pressure that is greater than the osmotic pressure on the solution side, and this can be applied for desalination of seawater. Seawater is taken in the solution side, and here pure water. When a pressure greater than osmotic pressure is applied, the direction is reversed, and the water is squeezed out of this semi-permeable membrane. അവിടെ എന്താവും, സൊല്യൂട്ട് മാത്രം. അപ്പോൾ നമ്മൾ എത്രത്തോളം സാൾട്ട് അവിടെ ആഡ് ചെയ്ത്, സാൾട്ട് സൊല്യൂഷൻ അവിടെ ആഡ് ചെയ്താലും അത് പ്യൂറായിട്ട് വരും. പ്യൂരിഫിക്കേഷൻ, നിങ്ങൾ ചില പ്യൂരിഫയേഴ്സൊക്കെ, വാട്ടർ പ്യൂരിഫയേഴ്സൊക്കെ എടുത്താൽ കാണാം, RO പ്യൂരിഫയർ എന്ന് കാണാം. പല ടൈപ്പ് പ്യൂരിഫിക്കേഷൻ ഉണ്ട്. UV പ്യൂരിഫിക്കേഷൻ ഉണ്ട്, കാർബൺ ബ്ലാക്ക് വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്യും, വേറെ ഒരുപാട് മെത്തേഡ്സ് വെച്ച് പ്യൂരിഫൈ. അതിൽ RO പ്യൂരിഫൈ, RO ഈസ് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, സോ ഓസ്മോസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആയതുകൊണ്ട് ഇറ്റ്സ് എൻ NCERT ടോപ്പിക്, ആൻഡ് its application is desalination of seawater. That's all for this session. In this session, we discussed different colligative properties: relative lowering of vapor pressure, elevation in boiling point, depression in freezing point, osmotic pressure, and the derivations, mathematical equations, and the equation to calculate the molecular weight of solute if you know the colligative properties. Okay, in the next session, we will discuss, that is the last session in this chapter, that is abnormal molar mass, and we will do the numerical part of this chapter also. Okay, thank you.